Hi dear students, good morning all. നമ്മൾ മാത്സിൻ്റെ പുതിയ എപ്പിസോഡുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇറ്റ്സ് മീ സമീർ. നമ്മൾ പുതിയൊരു ചാപ്റ്റർ നമ്മൾ ഇന്ന് പഠിപ്പിക്കുകയാണ്. 4th ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തരാം. അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു തരാം. ഓക്കെ, നമുക്കത് മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. തിയറി ആയിട്ട് ആ ഒരു പ്രിൻസിപ്പിൾ മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഓക്കെ, അത് മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ. ചെറിയ ചാപ്റ്ററാണ്, എളുപ്പമാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. സോ വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ? അത്രയേ ഉള്ളൂ. അതായത് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, നാച്ചുറൽ നമ്പർ ഇൻവോൾവ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്നത്. ഒന്നും കൂടി ക്ലിയർ ആയി പറഞ്ഞാൽ, നാച്ചുറൽ നമ്പേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അത് ട്രൂ ആണോ ഫാൾസ് ആണോ, അതാണ് ഈ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ട്രൂ ആണോ ഫാൾസ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളാണ് എന്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ബോർഡ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ എക്സാമ്പിൾസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ കുട്ടികളെ, സോ നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പറയുന്നത് ഇതാണ്. ലെറ്റ് P of n be a mathematical statement involving the natural number n. അതായത് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, നാച്ചുറൽ നമ്പർ n ഇൻവോൾവ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് ചെയ്യും, P of n എന്ന് പേര് കൊടുക്കും. ഓക്കെ, P of n. ഇനി സച്ച് ദാറ്റ്, ഒന്നാമത്തെ കണ്ടീഷന് P of 1 ട്രൂ ആവണം. P of 1 ട്രൂ ആവുമെന്ന് പറയുമ്പോൾ ഈ n എന്ന നാച്ചുറൽ നമ്പറിന് 1 കൊടുക്കുക. സോ P of 1 എന്നുള്ളത് അത് ട്രൂ ആവണം. ദാറ്റ് മീൻസ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്നിന് 1 കൊടുക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവണം. ഓക്കെ, അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരിക. ഇഫ് ദ ട്രൂത്ത് ഓഫ് P of k ഇംപ്ലൈസ് ദ ട്രൂത്ത് ഓഫ് P of k plus 1. അതായത് ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ P of n എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എന്നിന് k എന്ന് കൊടുക്കും. k ഇസ് എ നാച്ചുറൽ നമ്പർ. k എന്നുള്ള ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പറാണ്. ജനറൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു k എന്നുള്ളൊരു നാച്ചുറൽ നമ്പർ കൺസിഡർ ചെയ്യും. ആ എന്നിന് നമ്മൾ എന്ത് ചെയ്യും, k എന്ന് കൊടുക്കും. അപ്പോൾ P of k കിട്ടും. ആ P of k എന്ന സ്റ്റേറ്റ്മെന്റ് അത് ട്രൂ ആണ്, നമ്മളത് അസ്യൂം ചെയ്യണം. ഓക്കെ, അങ്ങനെയെങ്കിൽ P of k plus 1, k കഴിഞ്ഞ അടുത്ത നാച്ചുറൽ നമ്പർ ആരാണ്, k plus 1 ആണ് അല്ലേ. ആ k plus 1-ന് ഈ സ്റ്റേറ്റ്മെന്റ് P of n എന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അത് ട്രൂ ആണെങ്കിൽ ഈ P of n എന്ന ഈ സ്റ്റേറ്റ്മെന്റ്, മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ട്രൂ ആണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഫസ്റ്റ് തന്ന സ്റ്റേറ്റ്മെന്റിന് P of n എന്ന് പേര് കൊടുക്കുക. P of 1 നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, അത് ട്രൂ ആണ്. അത് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്, P of k അസ്യൂം ചെയ്യുക, അത് ട്രൂ ആണ് എന്നുള്ളത്. P of k എന്ന സ്റ്റേറ്റ്മെന്റ് അസ്യൂം ചെയ്യുക, അത് ട്രൂ ആണെന്നുള്ളത്. ഓക്കെ, സോ ദ അസംപ്ഷൻ ഓഫ് P of k which implies the P of k plus 1. That means P of k true ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് തെളിയിക്കണം, P of k plus 1 ട്രൂ ആണ് എന്ന് തെളിയിക്കുക. P of k plus 1 ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഈ P of n എന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഓക്കെ, ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഈ ഒരു മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മനസ്സിലാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ പോവാം. ഓക്കെ, അപ്പോൾ നോക്കൂ കുട്ടികളെ, 10th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ച ഒരു കൺസെപ്റ്റ്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് എ നാച്ചുറൽ നമ്പർ? നോക്ക്, ഇത് ഇങ്ങനെയാണ്, 1 + 2 + 3 + 4 + എക്സെട്ര + n. ഓക്കെ, ഇതാണ് സം ഓഫ് ഫസ്റ്റ് എ നാച്ചുറൽ നമ്പർ. അത് കാണാനുള്ള ഫോർമുല എന്താ, ദാറ്റ് ഈസ് ഈക്വൽ ടു n × n + 1 all divided by 2 ആണെന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അതിൻ്റെ പ്രൂഫൊക്കെ എഴുതിയിട്ടുണ്ടാവും ബൈ യൂസിങ് അരിത്തമെറ്റിക് സീക്വൻസ്. എനിവേ, ഇതൊരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അതിലാരുണ്ട്, നാച്ചുറൽ നമ്പേഴ്സ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ n അതിൽ ഇൻവോൾവ്ഡ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ? അത് ട്രൂ ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നോക്ക്, ഇത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്,
ഈ തന്ന സ്റ്റേറ്റ്മെന്റിനെ പി ഓഫ് എൻ എന്ന് പേര് കൊടുക്കുക. സോ ദിസ് ഈസ് പി ഓഫ് എൻ. ദാറ്റ് ഈസ് പി ഓഫ് എൻ ഈസ് 1 + 2 + 3 + 4 + etc + n. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു n × n + 1/2. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണോ അതിന് മുഴുവനായിട്ട് നമ്മൾ പി ഓഫ് എൻ എന്ന് പേര് കൊടുക്കുക. ഇനി നോക്ക്, ഇനി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്നിന് 1 കൊടുത്ത് നോക്കുക, എന്നിന് 2 കൊടുക്കാം, എന്നിന് 3 കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്ത് ഇങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ശരിയാണോ എന്നുള്ളത്. ഓക്കെ, പക്ഷെ അതൊരു ബുദ്ധിമുട്ടായ ഒരു പ്രോസസ്സാണ്. അപ്പോൾ നോക്ക്, അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, പി ഓഫ് 1 കാണാം, എന്നിന് 1 കൊടുത്ത് നോക്കുക. സോ പി ഓഫ് 1 എന്താ വരിക? പി ഓഫ് 1ന്റെ മീനിങ് എന്താ? ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യത്തെ ടേം വരെയുള്ള സമ്മ്. ഓക്കെ, എന്ന് പറയുമ്പോൾ ആദ്യത്തെ ടേം 1 അല്ലേ? സോ ദാറ്റ് ഈസ് 1 അല്ലേ? സമത്തിന്റെ റൈറ്റ് സൈഡിൽ ആരുണ്ടാവും കുട്ടികളെ? ഇവിടെ പി ഓഫ് 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് താൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പുറത്തെ സൈഡിൽ നമ്മൾ എന്നിന് 1 കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? 1 × 1 + 1 all divided by 2. ഓക്കെ, ദാറ്റ് ഈസ് 1 is equal to, ഇവിടെ എന്താ കിട്ടിയത്? 1 × 2 divided by 2, ദാറ്റ് ഈസ് 1 is equal to 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പി ഓഫ് 1 എന്താണ്? ദാറ്റ് ഈസ് പി ഓഫ് 1 എന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇത് ട്രൂ ആണ്. പി ഓഫ് 1 ഈസ് ട്രൂ, അത് ശരിയാണ്. ഇനി നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം? എന്നിന് 2 കൊടുത്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഫോർ n = 2, അപ്പം എന്താ കിട്ടും? നമുക്ക് പി ഓഫ് 2 കാണാൻ പറ്റും. വാട്ട് ഈസ് പി ഓഫ് 2? പി ഓഫ് 2 എന്ന് പറയുന്നത് എന്താ? ആദ്യത്തെ 2 ടേമിന്റെ സമ്മ്, ദാറ്റ് ഈസ് 1 + 2. ഇവിടെ ഈ സൈഡ്, ആ സൈഡിൽ എന്താ വരിക? ആ സൈഡിൽ നമ്മൾ 2 കൊടുത്താൽ എന്താ കിട്ടുക? 2 × 2 + 1 divided by 2. ഓക്കെ, വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 3 divided by 2. 2 കട്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടും കുട്ടികളെ? ദാറ്റ് ഈസ് 3 = 3 എന്ന് കിട്ടും. അതിനർത്ഥം എന്താ? പി ഓഫ് 1 ട്രൂ ആണ്, പി ഓഫ് 2 ട്രൂ ആണ്. അതുപോലെ നിങ്ങൾക്ക് ഇനി 3 എന്ന് കൊടുത്തു നോക്കാം. ഫോർ n = 3 അല്ലേ? അപ്പൊ എന്താ കിട്ടുക? 1 + 2 + 3, ദാറ്റ് ഈസ് ഇവിടെ 6 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, അവിടെ 3 കൊടുത്താൽ എന്താ കിട്ടുക? 3 × 3 + 1 divided by 2, ദാറ്റ് ഈസ് 3 × 4/2 അല്ലേ? ദാറ്റ് ഈസ് 3 × 2, ദാറ്റ് ഈസ് 6. അപ്പോൾ 6 = 6 ആണ്. അതായത് എന്നിന് 1, എന്നിന് 2, എന്നിന് 3, എന്നിന് 4 ഇതുപോലുള്ള നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷെ ഇതിങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് നോക്കുന്നത് ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ അതിന്റെ ട്രൂത്ത്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഓരോ നാച്ചുറൽ നമ്പറും കൊടുത്തു നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനുവേണ്ടി നമ്മൾ കണ്ടുപിടിച്ച മെത്തേഡാണെന്ത്? പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഇനി ഇൻഡക്ഷൻ ഉപയോഗിച്ചത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ കുട്ടികളെ, എങ്ങനെയാണ് ഇൻഡക്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് 1 + 2 + 3 + etc + n, that is equal to n × n + 1/2 ആണ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് അത് തെളിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്ക്, അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എന്താണ്? ആദ്യം തന്ന സ്റ്റേറ്റ്മെന്റിന് പി ഓഫ് എന്ന് പേര് കൊടുക്കുക. പിന്നെ പി ഓഫ് 1 കാണുക, അത് ട്രൂ ആണ് നോക്കുക. അത് ട്രൂ ആണെങ്കിൽ പി ഓഫ് k അസ്യൂം ചെയ്യുക. അതായത് k എന്ന നാച്ചുറൽ നമ്പറിന് ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. അങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ്? പി ഓഫ് k + 1 കാണുക. പി ഓഫ് k + 1 ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുക. പി ഓഫ് k + 1 ട്രൂ ആണെങ്കിൽ ഈ പി ഓഫ് n എന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? അത് ട്രൂ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ജനറൽ ആയിട്ട് എഴുതി വെക്കാൻ പറ്റും. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പ്രോബ്ലം ഞാൻ ആ മെത്തേഡ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? തന്ന സ്റ്റേറ്റ്മെന്റിന് പി ഓഫ് എന്ന് പേര് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? പി ഓഫ് 1 കാണുക. പി ഓഫ് 1 അത് ട്രൂ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അസ്യൂം ചെയ്യുക അല്ലേ? അസംപ്ഷൻ ആണ്. സോ അസ്യൂം ദാറ്റ് പി ഓഫ് k ഈസ് ട്രൂ. പി ഓഫ് k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. അതായത് ദാറ്റ് ഈസ് എന്താ കുട്ടികളെ? പി ഓഫ് k, പി ഓഫ് n എന്ന് പറഞ്ഞാൽ എന്താ? 1 + 2 + 3 + etc + n = n × n + 1/2 ആണ്. അപ്പോൾ പി ഓഫ് k എന്താ കിട്ടുക കുട്ടികളെ? ദാറ്റ് ഈസ് 1 + 2 + 3 + 4 + etc + k അല്ലേ? k is equal to എന്താ കിട്ടുക? k × k + 1 divided by 2 is true. ഇത് ശരിയാണ്. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് 1 മുതൽ k വരെ ആഡ് ചെയ്താൽ k × k + 1/2 ആണ് കിട്ടുക. നമ്മൾ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പി ഓഫ് k + 1 കാണുക. അത് ശരിയാണോ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ പി ഓഫ് k + 1 കാണാൻ പോകുന്ന ആ ഒരു മെത്തേഡ്
അതാണ് നമ്മൾ അതവിടെയാണ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നൊരു ഭാഗം അതാണ്. അപ്പോൾ അത് ശരിക്കും ചെയ്യുക കേട്ടോ. ഇതിൽ ഈ ഫസ്റ്റ് P(1) ട്രൂ ആണെന്നുള്ളതിനെ വിളിക്കുന്ന പേരാണ് ബേസിക് സ്റ്റെപ്പ്. ഇനി P(k) അസ്യൂം ചെയ്തിട്ട് P(k+1) ട്രൂ ആണെന്ന് തെളിയിക്കുന്ന ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റീവ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നത് ഇൻഡക്റ്റീവ് സ്റ്റെപ്പ് ആണ്, നോക്കിയിരുന്നോളൂ. സോ ഞാൻ P(k) എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ P(k+1) കാണാൻ പോവുകയാണ്. സോ വാട്ട് ഇസ് P(k+1) നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ 1 + 2 + 3 + 4 + etc. + k ഇതുവരെ ആഡ് ചെയ്യുന്നതാണ് P(k) എന്ന് പറയുന്നത്. P(k)യുടെ മീനിങ് എന്താ? kth ടേം വരെ. സോ വാട്ട് ഇസ് P(k+1)? k+1th ടേം വരെ. അപ്പോൾ അടുത്ത ആൾ ആരായിരിക്കും? 1 2 3 4 5 etc. + k പ്ലസ് അടുത്ത ആളാരെ വരിക? k+1 ആണ് അല്ലേ? അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അതായത് ഇതിന്റെ ലെഫ്റ്റ് സൈഡ് 1 + 2 + 3 + etc. + k ദാറ്റ് ഇസ് ഈക്വൽ ടു അതിന്റെ റൈറ്റ് സൈഡ് ആരാ? k × k+1 ഉപയോഗിച്ചത്. അത് ശരിയാണ്. ഞാൻ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ഒരു k+1 ആഡ് ചെയ്യാൻ പോവാണ്. ഒന്ന് നോക്കിക്കോളൂ കേട്ടോ, ശരിക്കും നോക്കുക. ഇവിടെ മാത്രം നമുക്ക് ആഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. അതായത് ആഡിങ് k+1 ബോത്ത് സൈഡ്സ്. എന്തിനാ രണ്ട് സൈഡിൽ എന്തിനാ ആഡ് ചെയ്യുന്നത്? കാരണം ഇവിടെ 1 + 2 + 3 + 4 + etc. + k ഈക്വൽ ടു k × k+1 ഉപയോഗിച്ചു ആണ്. അപ്പോൾ ഇവിടെ മാത്രം ഞാൻ k+1 ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഈക്വാലിറ്റി നഷ്ടപ്പെടും അല്ലേ? അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിൽ ഞാൻ k+1 ആഡ് ചെയ്യുന്നത്. അത് നോക്കിക്കോളൂ. ദാറ്റ് ഈസ് 1 + 2 + 3 + 4 + etc. + k. ഇത് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതിനോട് കൂടെ ഞാനൊരു k+1 ആഡ് ചെയ്തു +k+1 ഈക്വൽ ടു ഇവിടെ ആരുള്ളത്? k × k+1/2 അല്ലേ? അവിടെ ഞാൻ എന്ത് ആഡ് ചെയ്യാണ്? ഒരു k+1 ആഡ് ചെയ്യാണ്. രണ്ട് സൈഡിൽ ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അതായത് 1 + 2 + 3 + etc. + k ഇതുവരെ ആഡ് ചെയ്താൽ k × k+1/2 ആണ് നമുക്ക് അറിയാം. അത് ശരിയാണ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോട് കൂടെ ഞാൻ k+1 ആഡ് ചെയ്തത് അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. നോ പ്രോബ്ലം. ഈക്വാലിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ? ഇനി നോക്കൂ കുട്ടികളെ, 1 + 2 + 3 + 4 + etc. + k+1 അതാരാ കുട്ടികളെ? അതാണ് P(k+1) ശരിയല്ലേ? 1 + 2 + 3 + 4 + etc. + k എന്നുള്ള ആളാരാണ്? അതായത് P(k) ആണ്. അപ്പോൾ ഇതുവരെ ആഡ് ചെയ്ത് എന്താ കിട്ടുക? P(k+1) ആണ്. അപ്പോൾ ഇതിന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് എഴുതി? P(k+1) എഴുതി. ദാറ്റ് ഇസ് ഈക്വൽ ടു അവിടെ ആരാളുള്ളത് കുട്ടികളെ? k × k+1 / 2 + k+1. ഓക്കെ, ഇനി ഞാൻ ഈ P(k+1) എങ്ങനെയാണത് ട്രൂ ആണ് നമ്മളിങ്ങനെ നോക്കുക. എന്താ ഇതിന്റെ മീനിങ്? എന്താ? P(k) നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? k × k+1/2 ആണ്. അങ്ങനെ കിട്ടിയത് ട്രൂ ആണ് അല്ലേ? ഇവിടെ k ഉണ്ട്, k × k+1/2. അങ്ങനെയാണെങ്കിൽ P(k+1) നമുക്ക് എന്താ കിട്ടേണ്ടത്? ഈ kയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം കുട്ടികളെ? k+1 കൊടുക്കണം. അപ്പോൾ എന്താ കിട്ടുക? കിട്ടേണ്ടത് ഇങ്ങനെയാണ്. P(k+1) നമുക്ക് കിട്ടേണ്ടത് എന്താ? ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ kയുടെ സ്ഥാനത്ത് k+1 കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? k+1 × ഇവിടെ എന്താ വരിക? k+1 + 1 അല്ലേ? That is k+1 + 1 / 2. ഇങ്ങനെ കിട്ടിയാൽ P(k+1) ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ P(k+1) ഈക്വൽ നമുക്ക് എന്താ കിട്ടേണ്ടത്? k+1 × k+1 + 1/2 എന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. അപ്പോൾ ഈ കിട്ടിയതിനെ ഞാൻ എന്ത് ചെയ്യാണ്? അവിടേക്ക് എത്തിക്കാൻ പോവാണ്. അവിടെയാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് ചെയ്ത് നോക്കിക്കോളൂ. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. കാരണം ഇവിടെ k+1 / 1 ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്ലസിന്റെ ലെഫ്റ്റും റൈറ്റും k+1 കോമൺ ആണ്. ഇവിടെയും k+1 ഉണ്ട്, ഇവിടെയും k+1 ഉണ്ട്. ഓക്കെ, അപ്പോൾ k+1 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. k+1 ഞാൻ പുറത്തേക്ക് എടുത്തു. k+1 × ഇവിടുന്ന് k+1 പോയ ബാക്കി എന്തുണ്ടാവും? അവിടെ k/2 ഉണ്ടാവും. k/2 ഇവിടെ k+1 പോയാൽ ബാക്കി അവിടെ നിന്നുണ്ടാവും +1. Okay, that is equal to k+1 into the cross multiply ചെയ്തോളൂ. എന്താ കിട്ടുക? k + 1 × 2 / 2. Okay, k+1 into k+2 / 2. നമുക്ക് അതിനെങ്ങനെ എഴുതാം? That is equal to k+1 അല്ലേ? into ഈ k+2 എങ്ങനെ എഴുതാം? k+2 k+1 + 1 all divided by 2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? P(k+1) ഈക്വൽ ടു k+1 × k+1 + 1 / 2 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? P(k) എന്താ? P(k) എന്ന് പറയുന്നത് k × k+1/2 ആണ്. അപ്പോൾ P(k+1) നമുക്ക് എന്താ കിട്ടേണ്ടത്? k+1 × k+1 + 1/2 എന്നാണ് കിട്ടേണ്ടത്. കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം എന്താ കുട്ടികളെ? അതിനർത്ഥം that is P(k+1) is true. P(k+1) true ആണ്. അതാണ് അതിന്റെ മീനിങ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? നോക്ക്, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? P(k+1) P(k) implies P(k+1) എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് ചെയ്തേക്കാം? then P(n) is true for all natural number n നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, so that is P(k+1) is true. Therefore
P of n is true for all natural number n. Okay, that is therefore P of n is true for all natural number n. ഇതാണ് നമ്മുടെ പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത്നെസ് ചെക്ക് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. വെരി സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ആദ്യം ചെയ്യേണ്ടത് തന്ന സ്റ്റേറ്റ്മെന്റിന് P of n എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ P of 1 കാണുക. P of 1 ട്രൂ ആണോ എല്ലാം ചെക്ക് ചെയ്യുക. P of 1 ട്രൂ ആണെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ. P of 1 ട്രൂ ആണ് കിട്ടിയിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ അസ്യൂം ചെയ്യുക. അസ്യൂം ദാറ്റ് P of k is true. Okay, എന്താ ഇവിടെ അസംപ്ഷൻ എന്താണ്? P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാണ്. That is P of k is 1 plus 2 plus 3 plus 4 plus etc plus k. That is equal to what? അതിനോട് ഈക്വൽ ആണ് k into k plus 1 by 2. Okay, അത് ട്രൂ ആണ്. ഓക്കെ, ഇനി ചെയ്യുന്നത്, ഇനിയാണ് നമ്മൾ P of k plus 1 കാണാൻ പോവുകയാണ്. P of k plus 1 ശരിയാണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി പിന്നെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഈ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ P of k plus 1 കാണാൻ വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പ് k കഴിഞ്ഞ അടുത്ത ആളുണ്ടാവുക k plus 1 ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആഡ് ചെയ്യുക, അവിടെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് k plus 1 വരും, ഇവിടെ ആഡ് ചെയ്യുക, ഇവിടെയും പ്ലസ് k plus 1 വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് മുഴുവനായിട്ട് P of k plus 1 എന്ന് പേര് കൊടുക്കാം. സോ ദാറ്റ് ഈസ് P of k plus 1 ഈക്വൽ ടു അവിടെ എഴുതിയിട്ടുണ്ട് ഈ സാധനം. ഓക്കെ, ഇനി നമ്മൾ ഇതിന് സോൾവ് ചെയ്തിട്ട് എവിടേക്ക് എത്തിക്കുകയാണ്, k plus 1 into k plus 1 plus 1 by 2 എത്തിക്കുകയാണ്. ഓക്കെ, ആ മെത്തേഡാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? Therefore P of k plus 1 is true, that is P of n is true for all natural number n. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ ഇതുപോലെയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ. ഇത് നമുക്ക് ആകെ പഠിക്കാൻ ഈ ഒരു പ്രിൻസിപ്പിൾ മാത്രമേ പഠിക്കാനുള്ളൂ. അതിൻ്റെ പ്രോബ്ലംസ് ആണ് ഇനി ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മൾ പരിചയപ്പെട്ട ഒരുപാട് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ഈ ഒരു മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, തെളിയിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ അരിത്തമെറ്റിക് സീക്വൻസ് ഉപയോഗിച്ച് നിങ്ങൾ തെളിയിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് വേറെ മെത്തേഡാണ്, ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്. എന്താ ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിന്റെ സമ്മ്, അത് കാണാനുള്ള ഫോർമുല നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിൽ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. 2 plus 4 plus 6 plus 8 plus etc plus 2n. സോറി, n എക്സെട്ര 2n ഈവൻ നമ്പേഴ്സ് അല്ലേ. ഓക്കെ, എക്സെട്ര പ്ലസ് 2n, അതായത് ഫസ്റ്റ് ടേം 2, 4, 6, 8 എക്സെട്ര. അതിന് nth ടേം ആരുണ്ടാവുക, ഈവൻ നമ്പേഴ്സ് അല്ലേ, ദാറ്റ് ഈസ് 2n. ഇതിൻ്റെ ഇക്വേഷൻ എന്താ കുട്ടികൾ, അല്ലെങ്കിൽ ഇത് എന്തിനോട് ഈക്വൽ ആണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുണ്ട്, n into n plus 1 ഈക്വൽ ആണ്. ഓക്കെ, 2 plus 4 plus 6 plus 8 plus etc plus 2n is equal to n into n plus 1. The sum of first n even numbers, that is equal to n into n plus 1. So ഇത് എന്താണ്, ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അതിന് P of n എന്ന് പേര് കൊടുക്കാം. സോ ലെറ്റ് P of n is 2 plus 4 plus 6 plus 8 plus etc plus 2n. That is equal to n in n plus 1. ഈ സ്റ്റേറ്റ്മെന്റിന് മുഴുവനാണ് നമ്മൾ P of n എന്ന് പേര് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് മാത്രം കൊടുക്കരുത്, ഈ സ്റ്റേറ്റ്മെന്റ് മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, P of n എന്ന് പേര് കൊടുക്കുക. ഓക്കെ, ഇനി നോക്കൂ കുട്ടികളെ, ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നോക്കൂ കുട്ടികളെ, ആക്ച്വലി നമ്മുടെ ഈ പ്രിൻസിപ്പിൾ ഇത്രേ പറയുന്നുള്ളൂ. ഫസ്റ്റ് നമ്മൾ P of 1 ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യുക, ദെൻ P of k അസ്യൂം ചെയ്യുക, P of k plus 1 ട്രൂ ആണെന്ന് തെളിയിക്കുക. ദാറ്റ് ഈസ് അവർ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോൾ നോക്കൂ കുട്ടികളെ, നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഈ കാർഡ് കണ്ടോ അല്ലേ, ചീട്ട്. നമ്മൾ ചീട്ട് കൊണ്ട് നമ്മളിങ്ങനെ ചീട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡോമിനോസിന്റെ പ്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതങ്ങനെ ഈ കട്ടകൾ അടുക്കി വെച്ചിട്ട് അങ്ങനെ ഒന്ന് വെക്കുക, അതിന് മുന്നേ അടുത്തത് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഒന്നാമത്തെ കട്ട തട്ടിടുക അല്ല, അല്ലെങ്കിൽ കാർഡാണെങ്കിൽ കാർഡ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചിട്ട്, അതിന് ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റത്തെ കാർഡ് തട്ടിയിട്ടാൽ എന്ത് ചെയ്യും, രണ്ടാമത്തെ കാർഡ് അത് തട്ടിയിട്ട് എന്ത് ചെയ്യും, രണ്ടാമത്തെ കാർഡ് വീഴും, അടുത്ത കാർഡ് വീഴും, മൂന്നാമത്തെ വീഴും, നാലാമത്തെ വീഴും, അങ്ങനെ വീണ് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി ഈ ഒരു മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ഈ ഒരു തത്വത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതായത് ഫസ്റ്റത്തെ കാർഡ് വീണു, അതാണ് P of 1. P of 1 ട്രൂ ആണ്. ഓക്കെ, അത് വീണിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ അസ്യൂം ചെയ്യാണ് ഒരു കേത്ത് കാർഡ് വീണിട്ടുണ്ട്. കേത്ത് കാർഡ് വീണിട്ടുണ്ടെങ്കിൽ k plus 1th കാർഡ് വീണിട്ടുണ്ടാവണം. ഓക്കെ,
അങ്ങനെയെങ്കിൽ എന്താണ് ഈ എല്ലാ കാർഡുകളും വീണിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ട്രൂ ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് അതിനൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഞാൻ ആ ഡോമിനോസിന്റെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ തന്നെ കളിച്ചിട്ടുണ്ടാവും. അതുപോലെ ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒന്നാമത്തത് അതിന് മുന്നടുത്തത് അതിന് മുന്നടുത്തത് അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒന്നാമത്തെ തട്ടിടും. അപ്പോൾ അതിങ്ങനെ പോണാണ്. ഓക്കെ, അപ്പോൾ അത് ഇതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് നമുക്കിത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. 2 + 4 + 6 + 8 + etc. + 2n = n × n + 1. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് n-ന് 1 കൊടുക്കുക. ദാറ്റ് ഈസ് P of 1 കാണുക. വാട്ട് ഈസ് P of 1? P of 1 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫസ്റ്റത്തെ ടേം ആരാ? 2 അല്ലേ? അപ്പുറത്തെ സൈഡിൽ ആരാണ്ടാവും കുട്ടികളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 1 + 1. n-ന് 1 കൊടുക്കുക. ദാറ്റ് ഈസ് 2 = 1 × 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സോ നമുക്ക് എന്ത് പറയാം? P of 1 is true. P of 1 ട്രൂ ആണ്. ഓക്കെ, ഇനി P of 1 ട്രൂ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അസ്യൂം ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് അതാണ്. അസ്യൂം ദാറ്റ് P of k is true. P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. ദാറ്റ് ഈസ് എന്താ കുട്ടികളെ P of k? P of k, that is P of k is, what is P of k? നോക്കിക്കോളൂ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. 2 + 4 + 6 + 8 + etc. + 2k is equal to k into k + 1 is true. ഇത് ശരിയാണ്, is true. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. അതായത് 2 + 4 + 6 + 8 + etc. + 2k = k into k + 1 ആണ്. അത് കറക്റ്റ് ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് k എന്ന നാച്ചുറൽ നമ്പറിന് k + 1 കൊടുക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് P of k + 1 കാണാൻ പോവുകയാണ്. അപ്പോൾ P of k + 1 എന്തായിരിക്കും കുട്ടികളെ? നോക്കിക്കോളൂ കേട്ടോ. ഫസ്റ്റ് ടേം 2 ആണ്. ദിസ് ഈസ് P of 1, 2 മാത്രമാണെങ്കിൽ. ഇനി 2 + 4 ആണെങ്കിൽ P of 2 ആണ്. 2 + 4 + 6 എന്താണ്? P of 3 ആണ്. എന്ന് പറഞ്ഞാൽ P of k ആരാണ്? ഫസ്റ്റ് k ടേംസ് 2 + 4 + 6 + 8 + etc. + 2k. ഇനി P of k + 1 കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ kയുടെ സ്ഥാനത്ത് k + 1 കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അടുത്ത് 2k കഴിഞ്ഞ അടുത്ത ആളുണ്ടാവും നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആളുണ്ടാവുക ശരിക്കും ഇങ്ങനെ ഉണ്ടാവുക 2k + 2 ആണ് ഉണ്ടാവുക. നമുക്ക് അതിനെങ്ങനെ എഴുതാം? 2 × k + 1 എന്ന് എഴുതാം. അത് കിട്ടിയത് ഇങ്ങനെയാണ്. നമ്മൾ അങ്ങനെ പോയ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ kയുടെ സ്ഥാനത്ത് k + 1 കൊടുക്കുക. അപ്പോൾ 2kയിൽ kയുടെ സ്ഥാനത്ത് k + 1 കൊടുത്താൽ എന്ത് കിട്ടുക? 2 × k + 1 കിട്ടും. ആ 2 × k + 1 എന്ത് ചെയ്യുക? നമ്മൾ ഈ കാണുന്ന ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ആഡ് ചെയ്യാം. ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. സോ ആഡിങ് 2 × k + 1 both sides. രണ്ട് സൈഡിലും എന്ത് ചെയ്യുക? 2 × k + 1 ആഡ് ചെയ്യുക. എങ്ങനെ ഈ 2 × k + 1 കിട്ടിയത്? ഇത് P of k ആണ്. 2k വരെയാണ് P of k എന്നുള്ളത്. സോ വാട്ട് ഈസ് P of k + 1? ഇത് കഴിഞ്ഞ അടുത്ത ആൾ ആരാണ്ടാവുക? 2k കഴിഞ്ഞ അടുത്ത ആൾ ആരാണ്ടാവുക? അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് വീതം ഇങ്ങനെ ആഡ് ചെയ്ത് പോവാണ്. ദാറ്റ് ഈസ് 2k + 2 ആണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ 2k + 2 അല്ല ആഡ് ചെയ്യേണ്ടത്, 2 × k + 1 ആഡ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഇങ്ങനെ എഴുതി ഇങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇവിടെ kയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? k + 1 കൊടുത്താൽ മതി. അപ്പോൾ എന്താ കിട്ടുക? 2 × k + 1. 2 × k + 1. ഓക്കെ, ദാറ്റ് ഈസ് ആഡിങ് 2 × k + 1 both sides. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ 2 പ്ലസ് ഇവിടെ ആരാ? 4 + 6 + 8 + etc. പ്ലസ് ഇവിടെ ആരുണ്ട്? 2k. അവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് 2 × k + 1 ആഡ് ചെയ്യാണ്. ഇസ് ഈക്വൽ ടു ആരവിടെ ഉള്ളത്? k × k + 1. അവിടെ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? അവിടെയും നമ്മൾ എന്താ ആഡ് ചെയ്യണം? +2 × k + 1. രണ്ട് സൈഡിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇതാരാ കുട്ടികളെ? ഈ സ്റ്റേറ്റ്മെന്റ് ആരാണ്? ഇതാരാ? അതിന് നമ്മൾ എന്ത് ചെയ്യും? P of k + 1 എന്ന് പറയും അല്ലേ? ദാറ്റ് ഈസ് P of k + 1. 2 + 4 + 6 + 8 + etc. + 2 × k + 1. ദാറ്റ് ഈസ് P of k + 1 ഈസ് നോക്ക് അല്ലെങ്കിൽ ഈക്വൽ ടു ഇവിടെ ആരുള്ളത്? k × k + 1 + 2 × k + 1. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ സോൾവ് ചെയ്തിട്ട് ഇതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ P of k + 1 നമുക്ക് എന്താ കിട്ടേണ്ടത്? P of k കിട്ടിയത് k × k + 1 ആണ്. അപ്പോൾ P of k + 1 എന്താ കിട്ടേണ്ടത് കുട്ടികളെ? P of k + 1 കിട്ടേണ്ടത് ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. P of k + 1 കിട്ടേണ്ടത് എന്താ? k + 1 ഇൻറ്റു ഇവിടെ എന്ത് വരും? k + 1 + 1. ഓക്കെ, അതായത് P of k കിട്ടിയത് k × k + 1 ആണ്. സോ വാട്ട് ഈസ് P of k + 1? k + 1 ഇൻറ്റു k + 1 + 1 ആണ് കിട്ടേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടിയാലും മതി? k + 1
into what is k plus 1 plus 1 k plus 2. അപ്പോൾ k plus 1 into k plus 2 കിട്ടിയാൽ ആൻസർ ആയി. അപ്പോൾ നോക്കിക്കോളൂ, ഞാൻ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ പ്ലസിന്റെ ലെഫ്റ്റ് റൈറ്റ് ആര് കോമൺ ആണ്? k plus 1 കോമൺ ആണ്. സോ k plus 1 into ഇവിടെ ബാക്കി ആരുള്ളത് k plus 1 പോയാൽ ഇവിടെ k ഉണ്ട്, ഇവിടെ പ്ലസ് ഉണ്ട്. ഇവിടുന്ന് k plus 1 പോയാൽ ആരുള്ളത് 2 ആണ്. സോ വാട്ട് ഈസ് ദിസ്? ദാറ്റ് ഈസ് p of k plus 1 ഈസ് k plus 1 into k plus 2 എന്ന് കിട്ടിയിട്ടുണ്ട്. That is p of k plus 1 is true. Okay, hence by principle of mathematical induction, hence by PMI, p of n is true. ഓക്കെ, ഇത്ര നിങ്ങൾ എഴുതി വെക്കേണ്ടതുള്ളൂ. ഓക്കെ, അതായത് ഒന്നുകൂടി പറയാം, പി ഓഫ് എൻ തന്ന സ്റ്റേറ്റ്മെന്റ് പി ഓഫ് എന്ന് പേര് കൊടുക്കുക, പി ഓഫ് 1 കാണുക, അത് ട്രൂ ആണോ ചെക്ക് ചെയ്യുക. അത് ട്രൂ ആണെങ്കിൽ അസ്യൂം ചെയ്യുക. എന്താ അസ്യൂം ചെയ്യേണ്ടത്? പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. ദാറ്റ് ഈസ് പി ഓഫ് കെ ഈസ് 2 plus 4 plus 6 plus 8 plus etc plus 2k is equal to k into k plus 1 is true. ഇത് ശരിയാണ്. അത് ശരിയാണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 ശരിയാവണം. അങ്ങനെ ശരിയാവുകയാണെങ്കിൽ നമ്മുടെ പിന്നെ ഈ പി ഓഫ് എൻ എന്താണ്? ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ ഞാൻ ആഡിങ് രണ്ട് സൈഡിൽ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? ഇവിടെ ഈ 2k കഴിഞ്ഞാൽ അടുത്ത ആളാരാണ് വരിക? പി ഓഫ് കെ പ്ലസ് 1 കാണണമെങ്കിൽ അടുത്ത ആളാരെ വരിക? അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടേണ്ടത് ഇവിടെ പ്ലസ്, ഇവിടെ അടുത്ത ടേം എന്ന് പറഞ്ഞാൽ 2k plus 2 ആണ് വരിക. പക്ഷെ നിങ്ങൾ അത് ആഡ് ചെയ്യേണ്ട. എന്താ ആഡ് ചെയ്യേണ്ടത്? ഈ കെയുടെ സ്ഥാനത്ത് നിങ്ങൾ k plus 1 കൊടുക്കുക. ദാറ്റ് ഈസ് 2 into k plus 1. ആ 2 into k plus 1 എന്ത് ചെയ്യുക? രണ്ട് സൈഡിൽ ആഡ് ചെയ്യുക. ഇവിടെ ആഡ് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ, അത് ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യുക? പി ഓഫ് കെ പ്ലസ് 1 പേര് കൊടുക്കുക. ഇത് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടേണ്ടത്? കിട്ടേണ്ടത് k plus 1 k plus 2 ആണ്. അത് അവിടേക്ക് നമ്മൾ എത്തിക്കുക. ഓക്കെ, അവിടെ നമ്മൾ കഷ്ടപ്പെട്ട് എത്തിക്കൊന്നും വേണ്ട, നമ്മൾ കറക്റ്റ് ചെയ്ത് അവിടേക്ക് എത്തും. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ k plus 1 പുറത്തേക്ക് എടുത്താൽ k plus 1 k plus 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് p of k plus 1 is true. So hence by principle of mathematical induction p of n is true. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാ പ്രോബ്ലം ചെയ്യുന്നത് ഇതേ പ്രൊസീജിയർ ആണ് കേട്ടോ. ഇതിൽ പി ഓഫ് കെ പ്ലസ് 1 കാണുന്നത് അതിനിങ്ങനെ ഓരോ പ്രോബ്ലത്തിനനുസരിച്ച് മാറ്റുണ്ടാവുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്തത് നോക്കൂ നിങ്ങൾ. 1 plus 3 plus 5 plus 7 plus etc plus 2n minus 1 is equal to n square. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു ഇക്വേഷൻ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ്. 10th സ്റ്റാൻഡേർഡിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്, ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്, ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് എഴുതിയിട്ടുള്ളത്. 1 plus 3 plus 5 plus 7 plus etc plus 2n minus 1. ഫസ്റ്റ് n nth ടേം നാച്ചുറൽ നമ്പേഴ്സിന്റെ ഓഡ് നമ്പേഴ്സിന്റെ nth ടേം ആരെ 2n minus 1 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യുക? യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. നോക്കാം, നമുക്ക് തന്ന സ്റ്റേറ്റ്മെന്റിന് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം പി ഓഫ് എൻ എന്ന് പേര് കൊടുക്കുക. Okay, so let p of n is 1 plus 3 plus 5 plus etc plus 2n minus 1 is equal to n square. ഇനി p of 1 ചെക്ക് ചെയ്ത് നോക്കുക. So what is p of 1? ഇവിടെ ഫസ്റ്റ് ടേം ആരാ? 1. അവിടെ ആരുണ്ടാവുക? is equal to അവിടെ n ന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ 1 square. That is 1 equal to 1. So p of 1 is true. p of 1 true ആണ്. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? അടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? അസ്യൂം ചെയ്യാൻ പോവുകയാണ്. എന്താ അസ്യൂം ചെയ്യുന്നത്? അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അതായത് പി ഓഫ് കെ ട്രൂ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? സങ്കല്പിക്കുകയാണ്, അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ അങ്ങനെ വിചാരിക്കുകയാണ്, എന്ത്? പി ഓഫ് കെ ട്രൂ ആണ്, അങ്ങനെ വിചാരിച്ച് വെക്കുകയാണ്, അല്ലെങ്കിൽ സങ്കല്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കാൻ പോവുകയാണ്. അങ്ങനെ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കിട്ടിയാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം. നൗ അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. That is in the p of k, that is p of k is 1 plus 3 plus 5 plus 7 plus etc plus equal to 2k minus 1 is equal to k square is true. ഇത് ശരിയാണ്. അതായത് 1 plus 3 plus 5 plus 7 plus etc plus 2k minus 1 is equal to k square ആണ്. അത് ശരിയാണ്. ഓക്കെ, അത് ശരിയാണ്, നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു സങ്കല്പം ഉപയോഗിച്ച് നമ്മൾ എന്ത് കാണാൻ പോവുകയാണ്? പി ഓഫ് കെ പ്ലസ് 1 കാണാൻ പോവുകയാണ്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കാണാൻ പോകുന്നത്? പി ഓഫ് കെ പ്ലസ് 1ലേക്ക് പോകുന്നത്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ പി ഓഫ് കെ എന്ന് പറയുന്നത് 1 plus 3 plus 5 plus 7 plus etc plus 2k minus 1 ആണ്.
ഇവിടുത്തെ kth ടേം 2k minus 1 ആണ്. സോ നമുക്ക് p of k plus 1 കാണണമെങ്കിൽ അടുത്ത ടേം ആരാ വരിക? p of k plus 1 കാണാൻ വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞ അടുത്ത ടേം ആരാണെന്ന് നോക്കണം. അതാണ് നമ്മൾ രണ്ട് സൈഡിൽ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ k കാണുന്ന സ്ഥലത്ത് ഈ 2k minus 1 ഇവിടെ k കാണുന്ന സ്ഥലത്ത് k plus 1 എന്ന് കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? നോക്കിക്കോളൂ കേട്ടോ, അവിടെ 2k minus 1 അല്ലേ, അപ്പോൾ 2 into k plus 1 minus 1 ഇതാണ് നമ്മൾ രണ്ട് സൈഡിലും ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. സോ ആഡിങ് 2 into k plus 1 minus 1 both sides. അപ്പോൾ എങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ കേട്ടോ, നോക്കിക്കോളൂ. 1 plus 3 plus 5 plus 7 plus etc plus ഇവിടെ 2k minus 1 ഉണ്ട്, അവിടെ ഞാൻ എന്താ ആഡ് ചെയ്യുന്നത്? പ്ലസ് 2 into k plus 1 minus 1 അതിവിടെ ഞാൻ ആഡ് ചെയ്തു, ഈ സൈഡിൽ ആഡ് ചെയ്തു, ഈ p of k ഈ സൈഡിൽ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ഈക്വൽ ടു ഇവിടെ k സ്ക്വയർ ഉണ്ട്, അവിടെയും നമ്മൾ എന്താ ആഡ് ചെയ്യണം? പ്ലസ് 2 into k plus 1 minus 1 ആഡ് ചെയ്യണം. അപ്പോഴത് ഈക്വൽ ആവുള്ളൂ. ഞാൻ ഇവിടെ മാത്രം ഈ 2 into k plus 1 minus 1 ആഡ് ചെയ്ത് കൊടുത്താൽ, ഈ സൈഡിൽ ആഡ് ചെയ്ത് കൊടുത്താൽ അവിടെ ഈക്വൽ ആവില്ലല്ലോ. അപ്പോൾ ഇത് വലുതാവില്ല, ഇത് ചെറുതാവും. രണ്ട് സൈഡ് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് രണ്ട് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെന്താ കുട്ടികളെ? 1 plus 3 plus 5 plus 7 plus etc plus 2 into k plus 1 minus 1 ആരാ? ദാറ്റ് ഈസ് p of k plus 1 അല്ലേ? ദാറ്റ് ഈസ് p of k plus 1 ഈക്വൽ ടു ഇവിടെ എന്താ കിട്ടിയിട്ടുള്ളത്? k സ്ക്വയർ plus 2 into k plus 1 minus 1. ഇനി നമുക്ക് p of k plus 1 നമുക്ക് എന്താണ് കിട്ടേണ്ടത് കുട്ടികളെ? p of k എന്ന് പറയുന്നത് k സ്ക്വയർ ആണ് കിട്ടിയിട്ടുള്ളത്. സോ p of k plus 1 ആണെങ്കിൽ നമുക്ക് എന്താ ഉത്തരം കിട്ടേണ്ടത്? k plus 1 സ്ക്വയർ. k യുടെ സ്ഥാനത്ത് k plus 1 കൊടുത്താൽ എന്താ കിട്ടുക? k plus 1 സ്ക്വയർ കിട്ടണം അല്ലേ? നമുക്ക് കിട്ടേണ്ടത് എന്താണ്? p of k plus 1 is equal to k plus 1 the whole square എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. that is equal to k square plus 2 into k, that is 2k plus 2 into 1, that is 2 minus 1. Okay, that is equal to k square plus 2k plus 1. Now what is k square plus 2k plus 1? That is equal to k plus 1 the whole square. Like k plus 1 whole square equal to k square plus 2 into k into 1, that is 2k plus 1 square, that is 1. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ എന്താ കിട്ടിയത്? that is നമുക്ക് കിട്ടിയത് എന്താ? p of k plus 1 is true എന്ന് കിട്ടിയിട്ടുണ്ട്. so by principle of mathematical induction p of n is true. okay, p of n is true for all natural number n. അതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അതാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ? ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, ശരിയാണ്. ഓക്കെ, അത് ട്രൂ ആണ് നമുക്ക് അറിയാം. നമ്മളത് അതിന്റെ പ്രൂഫ് വേറൊരു മെത്തേഡിൽ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദ്യം വരും ഇങ്ങനെ തന്നെയാണ്. ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് 1 plus 3 plus 5 plus 7 plus etc plus 2n minus 1 equal to n square. അങ്ങനെയാണ് ചോദ്യം വരും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഓക്കെ, നമുക്കിനി പ്രോബ്ലങ്ങൾ ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം നോക്ക്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പ്രൂവ് ദ ഫോളോവിംഗ് ബൈ യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഫോർ ഓൾ n belongs to n, അല്ലെങ്കിൽ ഫോർ ഓൾ നാച്ചുറൽ നമ്പർ n. ഓക്കെ, അതിനുള്ള ഫസ്റ്റ് പ്രോബ്ലം 1 plus 3 plus 3 square plus 3 cube plus etc plus 3 raised to n minus 1, that is equal to 3 raised to n minus 1 all divided by 2. ഓക്കെ, അപ്പോൾ ഇതൊരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻവോൾവിംഗ് ദി നാച്ചുറൽ നമ്പർ n. നമ്മൾ ഇത് എന്ത് ചെയ്യാണ്? പ്രൂവ് ചെയ്യാൻ പോവുകയാണ് ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെ കുട്ടികളെ? നമ്മളെന്താ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളെന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് p ഓഫ് ആദ്യം ചെയ്യേണ്ടത് ഈ തന്ന സ്റ്റേറ്റ്മെന്റിന് p ഓഫ് n എന്ന് കൊടുക്കുക, അങ്ങനെ അല്ലേ? സോ ലെറ്റ് p ഓഫ് n, വാട്ട് ഈസ് p ഓഫ് n? 1 plus 3 plus 3 square plus 3 cube plus etc plus 3 raised to n minus 1, that is equal to 3 raised to n minus 1 divided by 2. ഇതാണ് നമ്മുടെ p of n എന്നുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആദ്യം n ന് 1 കൊടുക്കുക. സോ ഫോർ n equal to 1, അപ്പോൾ എന്താ കിട്ടുക? p of 1 കാണും അല്ലേ? വാട്ട് ഈസ് p of 1? ഇതിൽ p of n എന്ന് പറയുമ്പോൾ 1 3 3 സ്ക്വയർ അങ്ങനെ പോയിട്ട് nth ടേം വരെ സം ചെയ്യാണ്. 3 raised to n minus 1 ആണ് nth ടേം. സോ വാട്ട് ഈസ് p of 1? ഇതിൽ ഫസ്റ്റ് ടേം മാത്രം, ഫസ്റ്റ് ടേം ആരാ? 1 is equal to ഈ സൈഡിൽ n ന് 1 കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? 3 raised to 1 minus 1 divided by 2, that is 1 is equal to, ഇത് ഈക്വൽ ആണോ നോക്കാം. 1 is equal, what is this? 2 by 2, that is equal to 1. അപ്പോൾ എന്താ കിട്ടിയത്? p of 1 എന്നുള്ളത് രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടി. therefore we conclude p of 1 is true.
P of 1 true ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? Now assume that P of k is true. P of k true ആണ് നമ്മൾ എന്ത് ചെയ്യുക? assume ചെയ്യുക. എന്താ P of k എന്ന് പറയുന്നത് കുട്ടികളെ? That is, what is our P of k? That is P of k is 1 plus 3 plus 3 square plus 3 cube plus etc plus 3 raised to ഇവിടെ n minus 1 എന്നായി മാറും. P of k ആകുമ്പോൾ k minus 1 that is equal to 3 raised to k minus 1 all divided by 2. ഇത് ശരിയാണ്. is true. ഇത് true ആണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ 1 plus 3 plus 3 square plus etc plus 3 raised to k minus 1 എന്നുള്ളത് എന്താണ്? 3 raised to k minus 1 all divided by 2 ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ? ഈ kക്ക് നമ്മൾ k plus 1 കൊടുക്കും എന്ന് പറഞ്ഞാൽ P of k plus 1 true ആണെന്ന് തെളിയിക്കാൻ പോവുകയാണ്. ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 1 plus 3 plus 3 square etc plus 3 raised to k minus 1 ഇതിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ടേം ആഡ് ചെയ്യണം അല്ലേ? അതായിരിക്കുമല്ലോ P of k plus 1. P of k എന്ന് പറയുമ്പോൾ ഇവിടെ 3 raised to k minus 1 അവസാനിച്ചു അല്ലേ? അപ്പോൾ P of k plus 1 എന്താണ്ടാവുക? അടുത്ത ടേമിൽ അവസാനിക്കും. സോ വാട്ട് ഈസ് അവർ നെക്സ്റ്റ് ടേം? അതാണ് നമ്മൾ കാണേണ്ടത്. അത് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിൽ ആഡ് ചെയ്യാം. ഓക്കെ അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ 3 raised to k minus 1 കെയുടെ സ്ഥാനത്ത് k plus 1 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എന്താ കിട്ടുക? നോക്കിക്കോളൂ കേട്ടോ. 3 raised to k minus 1 അല്ല, അവിടെ കെയുടെ സ്ഥാനത്ത് k plus 1 കൊടുത്താൽ എന്താ കിട്ടുക? 3 raised to k plus 1 അല്ലേ minus 1. What is that? That is equal to 3 raised to ഇവിടെ k plus 1 minus 1. അപ്പോൾ ഈ പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താണ്ടാവുക? 3 raised to k. അപ്പോൾ നമ്മൾ എന്താണ് രണ്ട് സൈഡിലും ആഡ് ചെയ്യേണ്ടത്? adding 3 raised to k both sides രണ്ട് സൈഡിലും ആഡ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക കുട്ടികൾ? നോക്കിക്കോളൂ കേട്ടോ. That is 1 plus 3 plus 3 square plus 3 cube plus etc plus 3 raised to k minus 1. അവിടെ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? plus 3 raised to k is equal to ഇത് നോക്ക്, ഞാൻ ഈ എഴുതിയ 1 3 square etc 3 raised to k minus 1 അത് അവിടെ എഴുതിയിട്ടുള്ളത്. അതിനോട് കൂടെ ഞാൻ 3 raised to k ആഡ് ചെയ്തു. അപ്പോൾ ആ ഒരു സൈഡിലും അപ്പുറത്തെ സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക? അത് ആഡ് ചെയ്ത് കൊടുക്കുക. 3 raised to k minus 1 by 2 plus 3 raised to k. രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്തു? 3 raised to k ആഡ് ചെയ്തു. ഓക്കെ ഇനി ഇതാരാ കുട്ടികളെ? ഇതുവരെ 1 3 3 സ്ക്വയർ എക്സെട്ര ഇതുവരെ നമ്മൾ P of k ആണ് അതിനെ വിളിച്ചിരുന്നത് അല്ലേ? അപ്പോൾ അടുത്ത ടേമും കൂടി ചേർന്നാൽ എന്തായി മാറും? അത് P of k plus 1 ആണ്. ദാറ്റ് ഈസ് P of k plus 1 അല്ലേ? ഈക്വൽ ടു അവിടെ കിട്ടിയിട്ടുള്ളത് 3 raised to k minus 1 divided by 2 plus 3 raised to k. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് P of k plus 1 ട്രൂ ആണെന്ന് തെളിയിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എന്താ കിട്ടേണ്ടത്? P of k എന്നുള്ളത് നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? 3 raised to k minus 1 by 2 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ P of k plus 1 നമുക്ക് എന്താ കിട്ടേണ്ടത് കുട്ടികളെ? ഈ kയുടെ സ്ഥാനത്ത് k plus 1 എന്ന് കൊടുത്താൽ എന്താ കിട്ടേണ്ടത്? 3 raised to k plus 1 minus 1 by 2. ഇതാണ് നമുക്ക് P of k plus 1 കിട്ടേണ്ടത്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഓക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ സൈഡ് ഞാൻ സോൾവ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ സോൾവ് ചെയ്യുന്ന കുട്ടികളെ? ദാറ്റ് ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഇവിടെ താഴത്തോട് 1 ഇട്ട് കൊടുക്കുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്പോൾ എന്ത് വരും? 3 raised to k minus 1 into 1 plus 2 into 3 raised to k. നോക്കിക്കോളൂ കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ദാറ്റ് ഈസ് 2 ഗുണിക്കണം അല്ലെ into 3 raised to k all divided by 2. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കോളൂ കുട്ടികളെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു 3 raised to k ഉണ്ട്, ഇവിടെ 2 times 3 raised to k ഉണ്ട്. ഓക്കെ സോ വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് 1 into 3 raised to k. ഇതെന്താണ്? 2 into 3 raised to k. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക കുട്ടികളെ? ആഡ് ചെയ്ത് എന്താ കിട്ടുക നോക്കിക്കോളൂ. അതാ 3 അല്ലേ? ഇത് 3 raised to k, ഇത് 2 3 raised to k ആകുമ്പോൾ എന്താ കിട്ടുക? 3 into 3 raised to k എന്ന് കിട്ടും. ഓക്കെ അവിടെ സംശയം വരുന്നത് നമുക്ക്. ഇത് 3 raised to k ആണ്. നിങ്ങൾ 3 ആലോചിച്ചാൽ ഇതൊരു എക്സ് ആണ് കരുതിക്കോ. ഇതൊരു എക്സ് ആണ്. ഇതാരാ വരിക അപ്പോൾ? അപ്പോൾ ഇത് 2x ആണ്. 2 into 3 raised to k 2x അല്ലേ? അപ്പോൾ എക്സും 2x കൂട്ടുമ്പോൾ എന്താ കിട്ടുക? 3x കിട്ടും അല്ലേ? അപ്പോൾ 3 raised to k plus 2 times 3 raised to k എന്താ കിട്ടുക? 3 times 3 raised to k. What is that? That is 3 into 3 raised to k. ഓക്കെ ഇനി ഇവിടെ മുകളിൽ എന്താ ഉള്ളത്? -1 all divided by 2. ഓക്കെ ഇനി ഇതാരാ കുട്ടികളെ?
ഇത് 3 into 3 raised to k ആണ്. നമുക്ക് 3 raised to 1 into 3 raised to k എന്ന് എഴുതാം. What is a raised to m into a raised to n? That is a raised to m plus n. നമ്മൾ അങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 raised to 1 into 3 raised to k ആരാ? 3 raised to 1 plus k. That is 3 raised to k plus 1 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ അതിനെങ്ങനെ എഴുതിക്കൂടെ? That is equal to 3 raised to k plus 1 minus 1 all divided by 2. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയില്ലേ? നോക്കൂ കുട്ടികളെ, അതായത് നമുക്ക് എന്താ കിട്ടേണ്ടത്? പി ഓഫ് കെ പ്ലസ് 1 3 raised to k plus 1 minus 1 divided by 2 ആണ് കിട്ടേണ്ടത്. അത് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Therefore p of k plus 1 is true. So by principle of mathematical induction, p of n is true for all natural number n. Okay, ഇതുപോലെയാണ് നമ്മളിത് തെളിയിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇവിടെ 2 times 3 raised to k plus 3 raised to k. That is what? 3 times 3 raised to k എന്നുള്ളതാണ്. ഈ ഇത് മനസ്സിലാക്കിയാൽ മതി. 3 raised to k ക്ക് x കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇത് x, ഇത് 2x. അപ്പോൾ x ഉം 2x ഉം ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 3x കിട്ടും. That is 3 times 3 raised to k. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, second question, 1 cube plus 2 cube plus 3 cube plus etc plus n cube is equal to n into n plus 1 by 2 all square. Okay, the cubes of the sum of the cubes of first n natural numbers, sum of the cubes of first n natural numbers, അത് കാണാനുള്ള ഫോർമുലയാണെന്ത്? n into n plus 1 by 2 all square. അപ്പോൾ ഈ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ തന്ന സ്റ്റേറ്റ്മെന്റിന് നമ്മൾ എന്ത് ചെയ്യും? പി ഓഫ് എൻ എന്ന് പേര് കൊടുക്കും അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യും കുട്ടികളെ? ഈ തന്ന സ്റ്റേറ്റ്മെന്റിന് നമ്മൾ പി ഓഫ് എൻ എന്ന് പേര് കൊടുക്കും. സോ ലെറ്റ് P of n is 1 cube plus 2 cube plus 3 cube plus etc plus n cube. അല്ലേ? That is equal to n into n plus 1 by 2 whole square. ഈ തന്ന സ്റ്റേറ്റ്മെന്റ് മുഴുവൻ നമ്മൾ P of n എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? Now what is P of 1? So what is P of 1? P of 1 എന്ന് പറയുന്നത് ഇവിടുത്തെ ഫസ്റ്റ് ടേം അതാരാണ്? 1 ക്യൂബ് ആണ്. ആ സൈഡിലേക്ക് പോയാൽ അവിടെ n-ന് 1 കൊടുത്താൽ എന്താ കിട്ടുക? 1 into 1 plus 1 by 2 all square. Okay, this is 1 and what is this? ഇവിടെ 1 into 1 plus 1 2 ആണ്. That is 2 by 2 all square എന്ന് വരും. ഓക്കെ ആണല്ലോ? 2 കട്ടാവും. അപ്പോൾ എന്താ കിട്ടുക? 1 is equal to 1 square, that is equal to 1 അല്ലേ? സോ നമുക്ക് എന്ത് എഴുതാം? P of 1 is true. P of 1 ട്രൂ ആണ്. ഓക്കെ അല്ലേ? രണ്ട് സൈഡ് ഈക്വൽ ആയി കിട്ടിയിട്ടുണ്ട്. P of 1 ട്രൂ ആണ്, നോ പ്രോബ്ലം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? P of 1 ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അസ്യൂം ചെയ്യും അല്ലേ? അസ്യൂം that P of k is true. P of k is true. അതായത് നമ്മൾ P of k എന്നുള്ളത് ഈ P of n-ൽ n എന്ന നാച്ചുറൽ നമ്പർ നമ്മൾ k എന്നൊരു നാച്ചുറൽ നമ്പർ കൊടുക്കുമ്പോൾ ഓക്കെ P of k നമുക്ക് കിട്ടും. അത് ട്രൂ ആണ്. അത് നമ്മൾ സങ്കല്പിക്കുകയാണ്, അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അസ്യൂം ദാറ്റ് P of k is true. That is എന്താ P of k എന്താ കുട്ടികളെ? That is P of k is 1 cube plus 2 cube plus 3 cube plus etc plus k cube അല്ലേ? ഇത് P of n ആണ്. അപ്പോൾ ഇവിടെ n ക്യൂബ് ആണ്. അതിവിടെ P of k ആകുന്നതായി മാറിയിട്ടുണ്ടാവും, k ക്യൂബ് ആയിട്ടുണ്ടാവും. ദാറ്റ് ഇസ് ഈക്വൽ ടു, അത് എന്തിനോട് ഈക്വൽ ആണ്? k into k plus 1 divided by 2 all square. ഓക്കെ, ഇത് ശരിയാണ്. ഈസ് ട്രൂ. ഇത് ട്രൂ ആണ്. ഇത് അതായത് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്രാ പ്ലസ് കെ ക്യൂബ് എന്നുള്ളത് കെ ഇൻറ്റു കെ പ്ലസ് 1 by 2 ഹോൾ സ്ക്വയർ ആണ്. നമ്മൾ എന്ത് ചെയ്യണത്? അസ്യൂം ചെയ്യാണ്. അത് ശരിയാണ്, നമ്മൾ സങ്കല്പിക്കുകയാണ്. ഓക്കെ, ഇനി ഈ ഒരു സങ്കല്പം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? P of k plus 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ പ്രോസസ്സ്. അപ്പോൾ നോക്കിക്കോളൂ. സോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ P of k plus 1 കാണണം. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത് P of k ആണ്. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്രാ പ്ലസ് കെ ക്യൂബ് അല്ലേ? അങ്ങനെയാണെങ്കിൽ P of k plus 1 എന്തുണ്ടാവും കുട്ടികളെ? ഇത് കഴിഞ്ഞ് ഒരു ടേമും കൂടി കൂടും. അതാരെ വരിക? പ്ലസ് കെ പ്ലസ് 1 ക്യൂബ് വരും ആണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ P of k-ൽ രണ്ട് സൈഡിലും k plus 1-ന്റെ ക്യൂബ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ്: ആഡിങ് k
k plus 1 cube both sides രണ്ട് സൈഡിലും ആഡ് ചെയ്യാം. അങ്ങനെ ഈ സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടും കുട്ടികളെ നോക്കിക്കോളൂ കേട്ടോ. ദാറ്റ് ഈസ് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് കെ ക്യൂബ് അല്ലേ. അതിനോട് കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യാണ്, പ്ലസ് കെ പ്ലസ് 1 ക്യൂബ് ഞാൻ ആഡ് ചെയ്തു. അത് ഈക്വാലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആ സൈഡിൽ ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് ആഡിങ് ബോത്ത് സൈഡ്സ് എന്ന് എഴുതിയിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഓൾ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 1 ക്യൂബ്. ഓക്കെ, ഞാൻ രണ്ട് സൈഡിലും ആഡ് ചെയ്തു. ഇനി നോക്കൂ കുട്ടികളെ, what is this 1 cube plus 2 cube plus 3 cube plus etc plus k cube plus k plus 1 cube. അപ്പോൾ എന്തായി മാറിയിട്ടുണ്ടാവും, p of k plus 1 ആവും അല്ലേ. ഇത് p of k ആണല്ലോ ഇവിടെ വരുമ്പോൾ. p of k plus 1 നമുക്ക് ഇതിന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം, that is p of k plus 1 എന്ന് എഴുതാം. p of k plus 1 is equal to, ഇത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വന്നാൽ എന്താ ഇവിടെ ഉള്ളത്, k into k plus 1 divided by 2 all square plus k plus 1 cube. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താണ് p of k plus 1 നമുക്ക് എന്താ കിട്ടേണ്ടത്, p of k കിട്ടിയിട്ടുള്ളത് k into k plus 1 by 2 ആണ്. അപ്പോൾ p of k plus 1 നമുക്ക് എന്താ കിട്ടേണ്ടത് കുട്ടികളെ നോക്കിക്കോളൂ കേട്ടോ. നമുക്ക് എന്താണ് ആൻസർ കിട്ടേണ്ടത് ഇവിടെ എഴുതി വെക്കാം. p of k plus 1 എന്താ കിട്ടേണ്ടത്, p of k plus 1 is k plus 1 അല്ലേ ഇൻറ്റു ഇവിടെ എന്ത് വരും, k പ്ലസ് ഈ കെയുടെ സ്ഥാനത്ത് k പ്ലസ് 1 കൊടുക്കുക. അപ്പോൾ എന്താ വരിക, k പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, k പ്ലസ് 2 അല്ലേ ഡിവൈഡഡ് ബൈ 2 ഓൾ സ്ക്വയർ. ഇങ്ങനെ കിട്ടണം. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ p of k plus 1 ട്രൂ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഞാൻ ഈ സൈഡ് ഞാൻ എന്ത് സോൾവ് ചെയ്യാൻ പോവുകയാണ്. അത് സോൾവ് ചെയ്ത് നമ്മൾ ഇവിടേക്ക് എത്തിക്കാൻ പോവുകയാണ്. നോക്കിക്കോളൂ എങ്ങനെ സോൾവ് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിക്കേണ്ടതേ ഇവിടെ സ്ക്വയർ ചെയ്യും. എന്താ വരിക, k സ്ക്വയർ k plus 1 square by 4, 2 square 4 ആണ്, plus k plus 1 cube. ഇനി ഇതിന്റെ ഈ പ്ലസിന്റെ ലെഫ്റ്റും റൈറ്റും നോക്കിയാൽ ഇവിടെ ഒരു k plus 1 സ്ക്വയർ ഉണ്ട്, ഇവിടെയും k plus 1 സ്ക്വയർ ഉണ്ട്. ഇവിടെ ക്യൂബ് ആണ്, അവിടെയും k plus 1 സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ k plus 1 സ്ക്വയറിന് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. സോ ടേക്കിംഗ് k plus 1 സ്ക്വയർ outside, that is k plus 1 whole square into ഇവിടുന്ന് k plus 1 സ്ക്വയർ പോയാൽ ബാക്കി എന്താ വരിക, k സ്ക്വയർ ബൈ 4 പ്ലസ് ഇവിടുന്ന് k plus 1 സ്ക്വയർ പോയാൽ ബാക്കി എവിടെ നിന്ന് ഉണ്ടാവുള്ളൂ, അവിടെ ഒരു k plus 1 മാത്രം ഉണ്ടാവും. എനിക്കല്ലേ ഒരു k plus 1 മാത്രം ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു അഗെയിൻ k plus 1 സ്ക്വയർ ഇൻറ്റു ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ദാറ്റ് ഇസ് k സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു k plus 1 ഡിവൈഡഡ് ബൈ 4. Okay, that is equal to k plus 1 square into k square plus 4k plus 4 ശരിയല്ലേ, 4k plus 4 all divided by 4. ഓക്കെ ആണല്ലോ. ഇനി നോക്കൂ കുട്ടികളെ, വാട്ട് ഈസ് k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4. ഇവിടെ ഡിനോമിനേറ്റർ 4 ആണ്, ന്യൂമറേറ്ററിൽ ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. ഈ 4 ഒന്നും വെട്ടിക്കളയരുത് കേട്ടോ. അതെന്തുകൊണ്ടാണ് വെട്ടിക്കളയാൻ പറ്റാത്തത്, ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. ഈ ടേമിൽ 4 ഉണ്ട്, ഈ ടേമിൽ 4 ഉണ്ട്. പക്ഷേ ഈ ഫസ്റ്റ് ടേമിൽ 4 ഇല്ല. 3 ടേമിൽ 4 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് 3 വെട്ടിക്കളയാം. ഈ ഡിനോമിനേറ്ററുമായിട്ട് വെട്ടിക്കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ വെട്ടിക്കളയരുത്. ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4 എന്ന് പറഞ്ഞാലേ ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് k പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. k പ്ലസ് 2 സ്ക്വയർ എന്താ, k സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു k ഇൻറ്റു 2 ദാറ്റ് ഈസ് 4k പ്ലസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് 4. സോ k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4ന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം, k പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ ദിസ് ഈസ് k പ്ലസ് 1 ഹോൾ സ്ക്വയർ into this is k plus 2 whole square all divided by 4. ഓക്കെ ആണല്ലോ. ഇനി നോക്കൂ കുട്ടികളെ, ഈ 4 എന്ന് പറഞ്ഞ 2 സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെയും k plus 1 സ്ക്വയർ, ഇവിടെയും k plus 2 സ്ക്വയർ, ഇവിടെ 2 സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് അതിന് ഇങ്ങനെ എഴുതി കൂടാ, that is equal to k plus 1 into k plus 2 divided by 2 all square എന്ന് എഴുതാം. ശരിയല്ലേ, k plus 1 സ്ക്വയർ ഇവിടെ ഉണ്ട്, k plus 2 സ്ക്വയർ ഓക്കെ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ 4. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതാണ് നമുക്ക് p of k plus 1 കിട്ടേണ്ടത് അല്ലേ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് p of k plus 1 എന്താ കിട്ടേണ്ടത്, k plus 1 into k plus 2 all divided by 2 the whole square. അതവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനർത്ഥം എന്താ കുട്ടികളെ, therefore നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, therefore
P of k plus 1 is true. P of k plus 1 true ആണ്. അതിനർത്ഥം എന്താ? Hence by principle of mathematical induction. PMI യുടെ meaning എന്താ? Principles of mathematical induction, P of n is true. അതായത് P of k plus 1 true ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Hence by this principle P of n is true. That means 1 cube plus 2 cube plus 3 cube plus etc plus n cube equal to n into n plus 1 by 2 the whole square. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്, അത് കറക്റ്റ് ആണ്. ഏത് നാച്ചുറൽ നമ്പറും ഇത് ശരിയാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 1 into 2 plus 2 into 3 plus 3 into 4 plus etc plus n into n plus 1 that is equal to n into n plus 1 into n plus 2 all divided by 3. ഇതാണ് നമ്മുടെ അടുത്ത മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നാച്ചുറൽ നമ്പർ n ഇൻവോൾവ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ് the given statement be P of n അല്ലേ? അപ്പോൾ നമ്മൾ ഈ തന്ന സ്റ്റേറ്റ്മെന്റിന് P of n എന്ന് പേര് കൊടുത്തു. ഓക്കെ, നിങ്ങൾ ഞാൻ ക്വസ്റ്റ്യനിൽ തന്നെ P of n കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ലെറ്റ് P of n ഈസ് ഉള്ളത് ഇത് എഴുതി വെക്കുക. 1 into 2 plus 2 into 3 plus etc plus അങ്ങനെ എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ? യെസ്. നൗ വാട്ട് ഈസ് P of 1? എന്നിന് 1 കൊടുത്താൽ എന്താ കിട്ടുക? ഇവിടെ ഫസ്റ്റ് ടേം 1 into 2 ആണ്. ഇത് 1.2 അല്ല കേട്ടോ. 1.2 2.3 എന്ന് റീഡ് ചെയ്യരുത്. 1 into 2 ആണ്. 1 ഗുണിക്കണം 2 പ്ലസ് 2 ഗുണിക്കണം 3 അങ്ങനെ പോവാണ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ടിലേക്ക് എഴുതിയിരിക്കുമ്പോൾ 1 into 2 plus 2 into 3 അങ്ങനെ എഴുതിക്കോ, നോ പ്രോബ്ലം. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കൊടുത്തത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, എനിവേ, സോ വാട്ട് ഈസ് P of 1? ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം അല്ലേ? ഫസ്റ്റ് ടേം ആണ് P of 1. ദാറ്റ് ഈസ് 1 into 2. ആ സൈഡിലേക്ക് പോയാൽ അവിടെ എന്നിന് 1 കൊടുത്തു, എന്താ കിട്ടുക? 1 into 1 plus 1 into 1 plus 2 divided by 3. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്താ കുട്ടികളെ? ദാറ്റ് ഈസ് ഇവിടെ 2 ആണ്. 1 into 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കാം. ഇവിടെ 1 into 2 into 1 plus 2 3 divided by 3. ഈ 3യും 3യും കട്ടായി പോകും. അപ്പോൾ എന്താ കിട്ടിയത്? ദാറ്റ് ഈസ് 2 is equal to 2 എന്ന് കിട്ടി. അതിനർത്ഥം എന്താ? P of 1 is true. P of 1 ട്രൂ ആണ്. അല്ല, രണ്ട് സൈഡ് ഈക്വൽ ആയി കിട്ടിയിട്ടുണ്ട്. 2 equal to 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദ്യം ഇങ്ങനെയൊക്കെ വരാറുണ്ട്. P of 2 കാണാൻ P of 3 കാണാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക. ഓക്കെ, ഇതുപോലെ n2 കൊടുക്കുക, P of 2 കിട്ടും. n3 കൊടുക്കുക, P of 3 കിട്ടും. ഓക്കെ, മുന്നോട്ട് പോകാം നമുക്ക്. ഇനി എന്താ ചെയ്യേണ്ട? അടുത്ത സ്റ്റെപ്പ് എന്താ കുട്ടികളെ? അസ്യൂം അല്ലേ? അസ്യൂം ദാറ്റ് P of k is true. Okay, assume that P of k is true for a natural number k. ഒരു k എന്ന natural number എന്താണ്? ട്രൂ ആണ്. That is, അതിനർത്ഥം എന്താ കുട്ടികളെ? That is P of k is, what is P of k? 1 into 2 plus 2 into 3 plus 3 into 4 plus etc plus k into k plus 1 that is equal to k into k plus 1 into k plus 2 all divided by 3. ഇത് ട്രൂ ആണ്. ഈസ് ട്രൂ. ഓക്കെ, ഇത് ട്രൂ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് P of k ട്രൂ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ P of k ഉപയോഗിച്ച് P of k plus 1 ട്രൂ ആണെന്ന് തെളിയിക്കാൻ പോവുകയാണ്. സോ വാട്ട് ഈസ് P of k plus 1? That is 1 into 2 plus 2 into 3 plus 3 into 4 plus etc plus k into k plus 1 plus അടുത്ത ടേം ആരെ വരിക? ഇത് kth ടേം ആണ്. ഇത് kth ടേമാണ്. സോ വാട്ട് ഈസ് P of k plus 1? അപ്പോൾ k plus 1th ടേം വരെ നമ്മൾ ആഡ് ചെയ്യണം. വാട്ട് ഈസ് k plus 1th ടേം? ഈ kയുടെ സ്ഥാനത്ത് k plus 1 കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? ഇവിടെ k plus 1 വരും അല്ലേ? ഇത് k plus 1 ഇൻറ്റു ഇവിടെ എന്താ വരിക? ഇവിടെ k plus 1 plus 1, k plus 1 plus 1. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് k plus 1 into k plus 2. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത് രണ്ട് സൈഡിലും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്ത പ്രോബ്ലംസ് എല്ലാം ഇവിടെ ആഡിങ് ആണ് കേട്ടോ. 1 into 2 പ്ലസ് 2 into 3 പ്ലസ് അങ്ങനെയാണ്. ഓക്കെ, ചിലപ്പോൾ ചില പ്രോബ്ലം മൾട്ടിപ്ലിക്കേഷൻ വരാം. ഓക്കെ, നമ്മൾ അതുപോലെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട. അപ്പോൾ നോക്ക്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. സോ ആഡിങ് k plus 1 into k plus 2 both sides രണ്ട് സൈഡിലും ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് ആഡ് ചെയ്യാം. എന്താ കിട്ടുക? 1 into 2 plus 2 into 3 plus 3 into 4 plus etc plus k into k plus 1 plus k plus 1 into k plus 2 that's equal to ഇവിടെ എന്താ നമുക്ക് ആഡ് ചെയ്യേണ്ടത്?
k into k plus 1 into k plus 2 divided by 3 plus എന്താ ആഡ് ചെയ്യേണ്ടത് k plus 1 into k plus 2. ഓക്കെ, രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്തു k plus 1 into k plus 2 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ വാട്ട് ഇസ് ദസ്? ഇതാരെ കുട്ടികളെ? നമുക്ക് അതിനെ എന്ത് പറയാം? പി ഓഫ് കെ പ്ലസ്, ഇതിന്റെ സ്ഥാനത്ത് നമുക്ക് പി ഓഫ് കെ പ്ലസ് എന്ന് എഴുതാം. സോ ദിസ് ഈസ് പി ഓഫ് കെ പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പുറത്തെ സൈഡിൽ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഓൾ ഡിവൈഡഡ് ബൈ 3 പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താണ് പി ഓഫ് കെ പ്ലസ് 1 ആൻസർ കിട്ടേണ്ടത്? അത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം ആദ്യം. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ട കാര്യം പി ഓഫ് കെ എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ബൈ 3 ആണ്. സോ വാട്ട് ഇസ് പി ഓഫ് കെ പ്ലസ് 1? എന്താണ് പി ഓഫ് കെ പ്ലസ് 1 കിട്ടുക? പി ഓഫ് കെ പ്ലസ് 1 നമുക്ക് എന്താ കിട്ടേണ്ടത് കുട്ടികളെ? ഇവിടെ കെയുടെ സ്ഥാനത്ത് എന്തായി മാറും? കെ പ്ലസ് 1 ആവും. കെ പ്ലസ് 1 ഇവിടെ കെ പ്ലസ് 1 ഈ കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് 1 ആവും. അപ്പോൾ എന്ത് വരും? കെ പ്ലസ് 1 പ്ലസ് 1, അതായത് കെ പ്ലസ് 2 അല്ലേ? ഇനി അടുത്ത എന്താ വരിക? ഇവിടെ കെ പ്ലസ് 1 പ്ലസ് 2. വാട്ട് ഇസ് ദസ്? കെ പ്ലസ് 1 പ്ലസ് 2 ദാറ്റ് ഇസ് കെ പ്ലസ് 3. അപ്പോൾ ഇൻറ്റു കെ പ്ലസ് 3 ഓൾ ഡിവൈഡഡ് ബൈ 3 ഇങ്ങനെ കിട്ടണം. ഇതുപോലെ കിട്ടുകയാണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യാം? ഇത് വളരെ എളുപ്പമാണ്, നോക്കിക്കോളൂ. ദാറ്റ് ഇസ് ഈക്വൽ, നമ്മൾ ഇതിന് മുന്നത്തെ പ്രോബ്ലം ചെയ്തില്ലേ? ഈ പ്ലസിന്റെ ലെഫ്റ്റും റൈറ്റും ആരാ കോമൺ ആയി കിടക്കുന്നത്? അങ്ങനെ ആരെങ്കിലും അത് പുറത്തേക്ക് എടുക്കുക, അതാണ് ഏറ്റവും എളുപ്പം. നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് പോയി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ നമുക്ക് ഏറ്റവും എളുപ്പം എന്താണോ? ഇവിടെ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഉണ്ട്, ഇവിടെ ആരുണ്ട്? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഉണ്ട്. ആ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്താ കിട്ടുക? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു ബാക്കി ആരൊക്കെ ഇവിടെ ഉള്ളത് കുട്ടികളെ? ഇവിടുന്ന് കെ പ്ലസ് 1 കെ പ്ലസ് 2 പോയ ബാക്കി ഇവിടെ ഉള്ളത് കെ ബൈ 3 ആണ്. കെ ബൈ 3 പ്ലസ് ഇവിടുന്ന് കെ പ്ലസ് 1 കെ പ്ലസ് 2 പോയാൽ ബാക്കി അവിടെ 1 ഉണ്ടാവും. കാരണം അവിടെ ഇത് ഇൻറ്റു 1 ആണ്. അപ്പോൾ ഇതോട് പോയാൽ ഒരു 1 ഉണ്ടാവും. 0 എഴുതി വെക്കരുത് കേട്ടോ, പ്ലസ് 0 എന്ന് എഴുതി വെക്കരുത്. അവിടെ 1 അവിടെ ഉണ്ടാവും. ഓക്കെ, സോ പ്ലസ് 1. ഓക്കെ, ഇനി നോക്കുക. ദാറ്റ് ഈസ് പി ഓഫ് കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പോൾ ഇവിടെ 1 താഴെ 1/1 ആണ്. അപ്പോൾ കെ ഇൻറ്റു 1 ദാറ്റ് ഈസ് കെ അല്ലേ, പ്ലസ് 1 ഇൻറ്റു 3 ദാറ്റ് ഈസ് 3 ഓൾ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 ദാറ്റ് ഈസ് 3. ഓക്കെ ആണല്ലോ. എന്താ കിട്ടിയത്? ദാറ്റ് ഈസ് ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഇവിടെ മുകളിൽ എന്താ ഉള്ളത്? ഇൻറ്റു കെ പ്ലസ് 3. നമുക്ക് ഈ ബൈ 3 എങ്ങനെ എഴുതാം? ഓൾ ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 ബൈ 3 എന്ന് കിട്ടിയിട്ടുണ്ട്. ദെർഫോർ നമുക്ക് എന്ത് പറയാം? പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണ്. അതായത് ദാറ്റ് ഈസ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പർ n. Okay, that is by using principle of mathematical induction. By using principle of mathematical induction, hence by PMI, അങ്ങനെ എഴുതാം. Hence by principle of mathematical induction, P of n is true for all natural number n. Okay, ഈ പ്രോബ്ലം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾക്ക് ഓരോ പ്രോബ്ലങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഈ ഐഡിയ, ഈ ഒരു പ്രിൻസിപ്പിൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളെ. 1 into 2 plus 2 into 2 square plus 3 into 2 cube plus etc plus n into 2 raised to n. That is equal to n minus 1 into 2 raised to n plus 1 plus 2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഈ പ്രോബ്ലത്തിലെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ തന്ന സ്റ്റേറ്റ്മെന്റിന് പി ഓഫ് എൻ എന്ന് പേര് കൊടുക്കാം. സോ ലെറ്റ് പി ഓഫ് എൻ ഈസ് 1 into 2 plus 2 into 2 square plus 3 into 2 cube. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 1 2 3 4 അങ്ങനെ പോയിട്ട് അവസാനം n. പിന്നെ ഇവിടെ 2 ഇത് 2 raised to 1 2 square 2 cube etc 2 raised to n അങ്ങനെ പോവാണ്. ഓക്കെ, സോ ദിസ് ഈസ് nth ടേം. അപ്പോൾ ഇതാണ് പി ഓഫ് n എന്ന് പറയുന്നത്. നൗ വാട്ട് ഈസ് പി ഓഫ് 1? പി ഓഫ് 1 എന്താ കുട്ടികളെ? ഫസ്റ്റ് ടേം മാത്രം, അതാരാ? 1 into 2 അല്ലേ? അവിടെ ആ സൈഡിൽ എന്താ കിട്ടുക കുട്ടികളെ? ഇവിടെ n-ന് 1 കൊടുത്താൽ 1 minus 1 into 2 raised to 1 plus 1 plus 2 that is 2 is equal to 0 ആണല്ലേ? അപ്പോൾ 0 into 2 raised to 2 plus 2 that is 2 is equal to 2. ഓക്കെ, സോ പി ഓഫ് 1 ഈസ് ട്രൂ. പി ഓഫ് 1 എന്താണ്? ശരിയാണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അസ്യൂം അല്ലേ? അസ്യൂം ദാറ്റ് പി ഓഫ് k ഈസ് ട്രൂ for all
for a natural number k. That is, what is p of k? That is, p of k is 1 into 2 plus 2 into 2 square plus 3 into 2 cube plus etc. plus n into k into 2 raised to k, that is equal to k minus 1 into 2 raised to k plus 1 plus 2. This is true one. Okay. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ച് പി ഓഫ് കെ പ്ലസ് വൺ തെളിയിക്കാൻ പോവുകയാണ്. സോ നമുക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഇവിടെ 1 into 2 പ്ലസ് 2 into 2 സ്ക്വയർ പ്ലസ്, അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ടേമുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന ഒരു പ്രോബ്ലം ആണത്. അതുകൊണ്ട് നമ്മളിവിടെ എന്താണ് നമുക്ക് ഇനി ആഡ് ചെയ്യേണ്ടത്? സോ പി ഓഫ് കെ എന്ന് പറയുമ്പോൾ കെ ഇൻറ്റു 2 റേസ് ടു കെയിൽ അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഈസ് പി ഓഫ് കെ പ്ലസ് 1? പി ഓഫ് കെ പ്ലസ് 1 എന്താണ് വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നോക്കിക്കോ കുട്ടികളെ, പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ അടുത്ത ടേം ആരാണ് നോക്കിയാൽ മതി. അടുത്ത ടേം ആരാ വരിക? ഇവിടെ കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് 1 വരും. 2 റേസ് ടു കെ പ്ലസ് 1 അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? കെ പ്ലസ് 1 ഇൻറ്റു 2 റേസ് ടു കെ പ്ലസ് 1 ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആഡിങ് k plus 1 into 2 raised to k plus 1 both sides രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നോക്കുക, ഈ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 1 into 2 plus 2 into 2 square plus 3 into 2 cube plus etc. plus k into 2 raised to k plus എന്താ ആഡ് ചെയ്യേണ്ടത്? k plus 1 into 2 raised to k plus 1. ഓക്കെ അല്ലേ? That is equal to നമുക്ക് ഇവിടെ എന്ത് ആഡ് ചെയ്യണം? k minus 1 into 2 raised to k plus 1 plus 2 plus അവിടെ എന്ത് ആഡ് ചെയ്യണം? k plus 1 into 2 raised to k plus 1 ആഡ് ചെയ്യണം. ഓക്കെ. സോ നമുക്ക് ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം കുട്ടികളെ? നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ദാറ്റ് ഈസ് അത് പി ഓഫ് കെ പ്ലസ് 1 ആണ്. സോ ദാറ്റ് ഈസ് പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ആരുണ്ട്? k minus 1 into 2 raised to k plus 1 plus 2 plus k plus 1 into 2 raised to k plus 1. ഓക്കെ. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്താണ് പി ഓഫ് കെ പ്ലസ് 1 കിട്ടേണ്ടത്? അത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെക്കുക. നമ്മൾ അവിടേക്ക് എത്തിച്ചു കൊടുത്താൽ മതി. ഓക്കെ. സോ കുട്ടികളെ, ഇവിടെ നമുക്ക് എന്താ കിട്ടേണ്ടത്? പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ കെ മൈനസ് 1 into 2 raised to k plus 1 plus 2 ആണ് കിട്ടിയിട്ടുള്ളത് പി ഓഫ് കെ. സോ വാട്ട് ഈസ് പി ഓഫ് കെ പ്ലസ് 1? നമുക്ക് എന്താ കിട്ടേണ്ടത്? പി ഓഫ് കെ പ്ലസ് എന്ന് പറയുമ്പോൾ കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് 1 കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് 1 കൊടുത്താൽ എന്താ കിട്ടുക? കെ പ്ലസ് 1, ഇവിടെ ഓൾറെഡി മൈനസ് 1 ഉണ്ട്, മൈനസ് 1. 2 raised to ഇവിടെ കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് 1 കൊടുക്കുക. കെ പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 2. അതായത് ഇത് ഈ 1 മൈനസ് 1 ക്യാൻസൽ ആയി പോകുമ്പോൾ ഒന്ന് വരും, ഇവിടെ കെ വരും. k into 2 raised to k plus 2 plus 2 ഇങ്ങനെ കിട്ടണം. ഇതാണ് പി ഓഫ് കെ പ്ലസ് 1 കിട്ടേണ്ടത്. ഓക്കെ. കെ പ്ലസ് 1 മൈനസ് 1 അതിന് ഞാൻ എന്ത് ചെയ്തു? കെ എന്ന് എഴുതിയിട്ടുണ്ട്. 2 raised to k plus 1 plus 1 2 raised to k plus 2 എന്ന് എഴുതി പ്ലസ് 2. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ അവിടേക്ക് ഇതിനെ സോൾവ് ചെയ്ത് അവിടേക്ക് എത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ നോക്കിക്കോളൂ കുട്ടികളെ, ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എന്താ വരിക? k into 2 raised to അല്ലേ, k into 2 raised to k plus 1 minus 1 into 2 raised to k plus 1. അപ്പോൾ എന്താ വരിക? മൈനസ് 2 raised to k plus 1. ഇനി ഇവിടെ ഒരു പ്ലസ് 2 ഉണ്ട്, പ്ലസ് 2. ഓക്കെ. അതുപോലെ ഇതിനെങ്ങനെ എഴുതാം? ഇവിടെയും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് പ്ലസ് k into 2 raised to k plus 1 plus 1 into 2 raised to k plus 1. That is plus 2 raised to k plus 1. ഓക്കെ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈക്ക് ടേംസുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരേപോലെ ടേംസുകൾ. ഓക്കെ. അപ്പോൾ ഇവിടെ k into 2 raised to k plus 1 ഉണ്ട് ഇവിടെ, കണ്ടോ നിങ്ങൾ? അതുപോലെ ഇവിടെ ഒരു പ്ലസ് k into 2 raised to k plus 1 ഉണ്ട്. അത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ മൈനസ് 2 raised to k plus 1ഉം ഇവിടെയുള്ള പ്ലസ് 2 raised to k plus 1ഉം കട്ടായി പോകും. ഓക്കെ അല്ലേ? സോ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്താ വരും കുട്ടികളെ? പി ഓഫ് കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു k into 2 raised to k plus 1 പ്ലസ് k into 2 raised to k plus 1. എന്താ വരിക? ദാറ്റ് ഈസ് 2 times k into 2 raised to k plus 1. ഓക്കെ. കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ലൈക്ക് ഒരേ ടേംസ് ആണ്. അപ്പോൾ ഇതൊരു എക്സ് ആണ് കൺസിഡർ ചെയ്യുക. ഇതൊരു എക്സ്. k into 2 raised to k plus 1 എക്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഇതും എക്സ് തന്നെയാണല്ലോ, അതും എക്സ്. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 2x ആൻസർ കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? 2 into ദാറ്റ് ഈസ് എക്സ് k into 2 raised to k plus 1 ഇങ്ങനെ കിട്ടും. കണ്ടോ? അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? 2 times k into 2 raised to k plus 1 കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതിക്കൂടെ കുട്ടികളെ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 2
times k into 2 raised to k plus 1. Okay. ഇനി ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒരു പ്ലസ് 2 ഉണ്ട്, പ്ലസ് 2. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇനി നോക്കൂ കുട്ടികളെ, ഇത് 2 എന്ന് പറഞ്ഞ 2 raised to 1 ആണ്. സോ 2 raised to 1 into 2 raised to k plus 1 എന്താ? What is a raised to m into a raised to n? That is equal to a raised to m plus n. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 raised to 1 into 2 raised to k plus 1 എന്താ? 2 raised to 1 plus k plus 1. What is 1 plus k plus 1? That is k plus 2. അപ്പോൾ അതിനെങ്ങനെ എഴുതിക്കൂടെ കുട്ടികളെ? ഇവിടെ k ഉണ്ട് കേട്ടോ, k അതാണ് നിൽക്കട്ടെ. ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2 raised to k plus 2 plus 2. ഓക്കെ, k into 2 raised to k plus 2 plus 2. ഇതല്ലേ നമുക്ക് തെളിയിക്കാനുണ്ടായിരുന്നത്? അതെ, അതിനെ തെളിയിക്കാനുണ്ടായിരുന്നത്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് പി ഓഫ് കെ പ്ലസ് എന്താ കിട്ടിയിട്ടുള്ളത്? k into raised to k plus 2 plus 2 എന്ന് കിട്ടിയിട്ടുണ്ട്. Therefore p of k plus 1 is true എന്ന് എഴുതി വെക്കാം. Hence by principle of mathematical induction p of n is true. p of n എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, എഴുതി പഠിക്കുക. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഓരോ പ്രോബ്ലംസും ഇതിന്റെ പി ഓഫ് കെ പ്ലസ് 1 തെളിയിക്കുന്നത് ഓരോന്നും ഓരോ മെത്തേഡിലാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ശരിക്കും ചെയ്ത് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കുട്ടികളെ. 1/2 plus 1/4 plus 1/8 plus etc plus 1/2 raised to n equal to 1 minus 1/2 raised to n. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിനോമിനേറ്റർ ഇവിടെ 2, ദാറ്റ് ഈസ് 2 raised to 1. ഇവിടെ 4, 2 സ്ക്വയർ ആണ്, 8, 2 ക്യൂബ് ആണ്. അങ്ങനെ പോയിട്ട് അവസാനം 2 raised to n ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ വരിക? 1 minus 1/2 raised to n ആണെന്നുള്ളതാണ് നമ്മൾ തെളിയിക്കാൻ പോവുകയാണ്. സോ ലെറ്റ് the given statement be p of n. അപ്പോൾ ഇത് p of n ആണ്. Now what is p of 1? p of 1 എന്ന് പറയുമ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ടേം മാത്രം, that is 1/2. അവിടേക്ക് പോയാലോ, 1 minus 1/2 raised to 1. That is 1/2 is equal to, ഇത് 2 raised to 1 എന്ന് പറയുമ്പോൾ 2 അല്ലേ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അല്ലെങ്കിൽ വേണ്ട, 1 minus 1/2, ഒന്നിൽ നിന്ന് 1/2 മൈനസ് ചെയ്ത് നമുക്ക് ബാക്കി എന്താ കിട്ടുക? ഒരു 1/2 ഉണ്ടാവും, ശരിയല്ല? അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 2 minus 1 അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. 2 minus 1/2, that is equal to what? 1/2. No problem. So 1/2 equal to 1/2. Therefore p of 1 is true. p of 1 true ആണ്. Now we നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ് അല്ലേ? What is next step? Assume that p of k is true. That is p of k is 1/2 plus 1/4 plus 1/8 plus etc plus 1/2 raised to k is equal to 1 minus 1/2 raised to k. ഇത് true ആണ്, is true. Okay, then what is next step? നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ പി ഓഫ് കെ എന്ന് പറയുന്നത് ഇതിന്റെ കേത്ത് ടേം 1/2 raised to k ആണ്. അപ്പോൾ അടുത്ത ടേം ആരെ വരിക? 1/2 raised to k plus 1 വരും, ശരിയല്ലേ? അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 വരുമ്പോൾ ഇവിടെ എന്ത് വരും? 1/2 plus 1/4 plus 1/8 plus etc plus 1/2 raised to k plus 1/2 raised to k plus 1. അപ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? രണ്ട് സൈഡിലും adding 1/2 raised to k plus 1 both sides. രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അത് ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ കുട്ടികളെ. സോ ഇവിടെ എന്തുണ്ട്? 1/2 plus 1/4 plus 1/8 plus etc plus 1/2 raised to k plus 1/2 raised to k plus 1 is equal to 1 minus 1/2 raised to k plus 1/2 raised to k plus 1. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്നതിന് നമുക്ക് എന്ത് എഴുതാം? അവിടെ പി ഓഫ് കെ പ്ലസ് 1 എന്ന് എഴുതാം. പി ഓഫ് കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1 മൈനസ് 1/2 റേസ് ടു കെ പ്ലസ് 1/2 റേസ് ടു കെ പ്ലസ് 1. ഇനി നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 എന്താണ് കിട്ടേണ്ടത്? അതാണ് നമ്മൾ അടുത്തത് ആലോചിക്കേണ്ടത്. എന്താണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്? പി ഓഫ് കെ വരുന്നത് 1 മൈനസ് 1/2 റേസ് ടു കെ ആണ്. സോ വാട്ട് ഈസ് പി ഓഫ് കെ പ്ലസ് 1? പി ഓഫ് കെ പ്ലസ് 1 നമുക്ക് കിട്ടേണ്ടത് എന്താ? 1 മൈനസ് 1/2 റേസ് ടു കെ പ്ലസ് 1. ഓക്കെ, 1 മൈനസ് 1/2 റേസ് ടു കെ പ്ലസ് 1 എന്നാണ് ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൽ സോൾവ് ചെയ്യാം, നമുക്ക് അവിടേക്ക് എത്തിക്കാം. അപ്പോൾ നോക്കിക്കോളൂ കുട്ടികളെ, എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് പല മെത്തേഡും ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്, ശരിക്കും നോക്കുക. ദാറ്റ്സ് ഈക്വൽ ടു, ശരിക്കും ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. 1 അതുപോലെ എഴുതുക. ഇത് മൈനസും ഇത് പ്ലസും അല്ലേ? ഈ പ്ലസിന് ഇപ്പുറത്ത് എഴുതുക, മൈനസിന് അപ്പുറത്ത് എഴുതുക. ദാറ്റ് ഈസ് പ്ലസ് 1/2
2 raised to k plus 1 ഇനി minus 1 by 2 raised to k. Okay, that is equal to that is p of k plus 1 is equal to നോക്കിക്കോളൂ കേട്ടോ 1 ആ 1 അവിടെ നിന്നോട്ടെ പ്ലസ് ഇത് രണ്ട് സോൾവ് ചെയ്യാൻ പോവാണ് നമ്മൾ. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്പോൾ വരും 1 into 2 raised to k that is 2 raised to k അല്ലേ മൈനസ് 1 into 2 raised to k plus 1 that is 2 raised to k plus 1 all divided by 2 raised to k plus 1 2 raised to k plus 1 into 2 raised to k 2 raised to k. Okay, that is equal to 1 അവിടെ നിൽക്കട്ടെ പ്ലസ് 2 raised to k അല്ലേ 2 raised to k ഈ 2 raised to k plus 1 ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? മൈനസ് വാട്ട് ഈസ് 2 raised to k plus 1 that is 2 raised to k into 2 raised to 1. ഓക്കെ ഇനി 2 raised to 1 a raised to m plus n എന്താ a raised to m into a raised to n ആ ഫോർമുലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ ഇവിടെ അതേപോലെ തന്നെ എഴുതുക. അപ്പോൾ എന്താ വരിക? 2 raised to k into 2 raised to 1 into 2 raised to k. ഓക്കെ ആണല്ലോ. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഇവിടെ ഈ 2 raised to k ഈ 2 raised to k കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. ഓക്കെ ഇവിടെ 2 raised to k ഇത് 1 times 2 raised to k ആണ്. ഇത് 2 times 2 raised to k ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ പല മെത്തേഡ് നമുക്ക് ചെയ്യാം. 1 times 2 raised to k യിൽ നിന്ന് 2 times 2 raised to k മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? മൈനസ് 1 time 2 raised to k that is മൈനസ് 2 raised to k കിട്ടും. ഓക്കെ ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതിനെ ഇവിടുന്ന് 2 raised to k പുറത്തേക്ക് എടുക്കാം. 2 raised to k ഞാൻ പുറത്തേക്ക് എടുത്തു. 2 raised to k ഇവിടെ 2 raised to k പോയ ബാക്കി ഇവിടെ എന്താണ്ടാവും? 1 മൈനസ് ഇവിടെ 2 raised to k പോയാലും ഒരു 2 ഉണ്ടാവും. ഓക്കെ ഓൾ ഡിവൈഡഡ് ബൈ അതുപോലെ തന്നെ എഴുതിയാൽ മതി 2 raised to k into 2 into 2 raised to k. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ നോക്കൂ കുട്ടികളെ, ഇനി ചെയ്യേണ്ടത് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ 2 raised to k ഒന്നും കട്ടായി പോകും. ഒരു 2 raised to k കട്ടായി പോകും. ബാക്കി ഇവിടെ 1 ഉണ്ട്. വാട്ട് ഈസ് 1 minus 2? ദാറ്റ് ഈസ് വാട്ട് ഈസ് 1 minus 2? ഇവിടെ പ്ലസ് ഉണ്ട്. ദാറ്റ് ഈസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 into 2 raised to k. വാട്ട് ഈസ് 2 into 2 raised to k? 2 എന്ന് പറഞ്ഞാൽ 2 raised to 1 അല്ലേ? 2 raised to 1 into 2 raised to k ആരാ? ദാറ്റ് ഈസ് 2 raised to k plus 1. 2 raised to k plus 1. ഇവിടെ നമുക്ക് ശരിക്കും ഈ 2 raised to k plus 1 ഡിനോമിനേറ്റർ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ? ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ നിങ്ങൾ 2 raised to k plus 1 2 raised to k ഇട്ടാൽ മതി കേട്ടോ. ഞാൻ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല, കാരണം ഇത് വെട്ടിപ്പോകുന്നു. 2 raised to k വെട്ടിപ്പോകും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ 2 raised to k plus 1 ആൻസർ വരുന്നുണ്ട്. അത് അങ്ങനെ എന്നാൽ മതി. ഓക്കെ ഇനി ഇതുപോലെ സിംപ്ലിഫൈ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ദാറ്റ് ഇസ് ഈക്വൽ. ഇനി എന്താ ഉള്ളത്? 1 ഈ പ്ലസ് മൈനസ് വരാം മൈനസ് ഇവിടെ എന്താ ഉള്ളത്? 1 by 2 raised to k plus 1. ഓക്കെ അപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. 1 minus 1 by 2 raised to k plus 1 കിട്ടിയിട്ടുണ്ട്. Therefore p of k plus 1 is true. Okay, so by principle of mathematical induction p of n is true. അപ്പോൾ ഈ തന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഓക്കെ അത് ട്രൂ ആണ്. ഓക്കെ ആണല്ലോ. ഇത് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ഒന്നുമില്ല, പി ഓഫ് കെ ആണ്, അത് അസ്യൂം ചെയ്യുക. പി ഓഫ് കെ പ്ലസ് 1 കാണാൻ വേണ്ടി രണ്ട് സൈഡിൽ എന്ത് ചെയ്യുക? 1 by 2 raised to k plus 1 രണ്ട് സൈഡിൽ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. ഓക്കെ ഇതിന്റെ സ്ഥാനത്ത് പി ഓഫ് കെ പ്ലസ് 1 കൊടുക്കുക. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഈ മൈനസ് 1 by 2 raised to k ഞാൻ അപ്പുറത്തേക്ക് ഇട്ടു, ഇതിന് പുറത്തേക്ക് ഇട്ടു. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ഒന്ന് മാറ്റി, അത്രേ ഉള്ളൂ. ഓക്കെ എന്നിട്ട് ഞാൻ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇതിൽ മുകൾ ന്യൂമറേറ്റർ മാത്രം സിംപ്ലിഫൈ ചെയ്താൽ മതി കേട്ടോ. ഡിനോമിനേറ്റർ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇത് നിങ്ങൾ ഇങ്ങനെ ഇത്രത്തോളം സിമ്പിളായിട്ട് എഴുതണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് 2 raised to k minus 2 raised to k plus 2 raised to k minus 2 times 2 raised to k. അപ്പോൾ എന്ത് വരും? മൈനസ് 1 time 2 raised to k വരും. അതായത് മൈനസ് 2 raised to k മുകളിൽ വരും. ആ 2 raised to k താഴത്തുള്ള 2 raised to k കട്ടായി പോകും. ഇത് ഇങ്ങനെ ഇട്ടാൽ മതി, നോ പ്രോബ്ലം. 2 raised to k പ്ലസ് അതുപോലെ എഴുതിയാൽ മതി, നോ പ്രോബ്ലം. ഞാൻ സിംപ്ലിഫൈ ചെയ്തു. അതിനെ ഞാൻ വീണ്ടും എന്ത് ചെയ്തു? 2 raised to 1 2 raised to k 2 raised to k പ്ലസ് 1 എഴുതി. ഓക്കെ നിങ്ങൾ അങ്ങനെ ചെയ്തണമെന്നില്ല. ഓക്കെ യെസ്. അപ്പോൾ ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ബാക്കി ഇവിടെ മൈനസ് 1 വരും. ഈ മൈനസ് 1 പ്ലസ് 1 മൈനസ് ആയി മാറും. സോ 1 minus 1 by 2 raised to k plus 1 അതാണ് നമുക്ക് തെളിയിക്കാനുണ്ടായിരുന്നത്. അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതുവരെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക? ശരിക്കും എഴുതി പഠിക്കുക, വർക്കൗട്ട് ചെയ്യുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോട് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.